ദൈവനാമത്തിന് മഹത്വമുണ്ടാകട്ടെ. വീണ്ടും ദൈവസന്നിധിയിലായിരിക്കാനായിട്ട് കർത്താവ് കൃപ ചെയ്തതുകൊണ്ട് കർത്താവിനെ സ്തുതിക്കുന്നു. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ തീത്തോസിന്റെ ലേഖനം 2-ാം അധ്യായം അതിന്റെ അവസാന ഭാഗമാണ് ചിന്തിച്ച് അവസാനിപ്പിച്ചത്. താൻ ലേഖനം എഴുതി, തീത്തോസിന് ലേഖനം എഴുതി അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ ശുശ്രൂഷകന്മാരുടെ യോഗ്യതയും കാര്യങ്ങളൊക്കെ, ശുശ്രൂഷകന്മാരുടെ പങ്കാളിത്തവും ഒക്കെ പറഞ്ഞു വന്നതിന് ശേഷം ശുശ്രൂഷകന്മാരോടും വിശ്വാസികളോടുമുള്ള ബന്ധത്തിൽ രക്ഷയുടെ പ്രാധാന്യം അത് ഉൾക്കൊള്ളണം എന്നുള്ള ഒരു ആശയമാണ് പ്രധാനമായിട്ടും പങ്കുവച്ചത്. 2-ാം അധ്യായം 11-ാം വാക്യത്തിൽ വരുമ്പോൾ സകല മനുഷ്യർക്കും രക്ഷാകരമായ ദൈവകൃപ ഉദിച്ചുവല്ലോ. അപ്പോൾ ദൈവകൃപയുടെ മഹത്വം മനസ്സിലാക്കുക എന്നുള്ളതാണ് ആത്മീക ശുശ്രൂഷ രംഗത്തും ആത്മീക ജീവിത രംഗത്തും നമുക്ക് ഏറ്റവും ആവശ്യമായിരിക്കുന്ന വിഷയം, നമ്മളെ മുന്നോട്ട് നയിക്കുന്ന വിഷയം എന്ന ദൈവത്തിന്റെ ആത്മാവ് പ്രത്യേകം ഓർപ്പിക്കുന്നു. 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ 2-ാം അധ്യായത്തിൽ പറഞ്ഞ വിഷയങ്ങളുടെ തുടർച്ചയായിട്ടാണ് 3-ാം അധ്യായം മുന്നോട്ട് പോകുന്നത്. വേദപുസ്തക പഠനത്തിൽ നമ്മൾ ശ്രദ്ധിച്ചു വരുമ്പോഴും ആ വിഷയം ക്രമീകരണം നമുക്ക് വ്യക്തമായിട്ട് മനസ്സിലാക്കാം. 2-ാം അധ്യായത്തിൽ അവസാന വാക്യം 14-ാം വാക്യത്തിൽ വരുമ്പോൾ അവൻ നമ്മെ സകല അധർമ്മത്തിൽ നിന്നും വീണ്ടെടുത്ത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളൊരു സ്വന്തം ജനമായി തനിക്ക് ശുദ്ധീകരിക്കേണ്ടതിന് തന്നെ നമുക്ക് വേണ്ടി കൊടുത്തു. അപ്പോൾ നമ്മളെ വീണ്ടെടുത്തതിന്റെ, അല്ലെ കർത്താവ് നമുക്ക് വേണ്ടി മരിച്ചതിന്റെ ഉദ്ദേശം എന്ന് പറയുന്നത് തനിക്ക് വേണ്ടി ശുഷ്കാന്തിയുള്ള ഒരു സ്വന്തം ജനമാകണം. അവരുടെ പ്രത്യേകത എന്ന് പറയുന്നത് സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തിയുള്ളവരായിരിക്കണം. സൽപ്രവൃത്തി എന്ന് കേൾക്കുമ്പോൾ നമുക്ക് നന്മ പ്രവർത്തിക്കുക എന്നൊരു ആശയമാണ് നമ്മുടെ ഉള്ളിൽ കടന്നു വരുന്നത്. എന്നാൽ വാസ്തവത്തിൽ സൽപ്രവൃത്തി എന്ന് പറയുന്നത് നല്ല പ്രവൃത്തി ഉൾക്കൊള്ളുന്നതാണെങ്കിലും അത് വളരെ വിശാലമായിരിക്കുന്ന ആഴമായ ആശയങ്ങളുള്ള ഒരു വിഷയമാണ് എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അതിൽ 1-2 കാര്യങ്ങൾ ഈ 3-ാം അധ്യായത്തിൽ ദൈവത്തിന്റെ ആത്മാവ് വെളിപ്പെടുത്തിയിട്ടുണ്ട്. ആ വിഷയം ഇന്ന് നമുക്ക് ചിന്തിക്കാം എന്നാണ് ദൈവത്തിൽ ആശ്രയിക്കുന്നത്. 1-ാം വാക്യത്തിലേക്ക് നമ്മൾ വരുമ്പോൾ നമ്മൾ 3 നിലയിലാണ് ഈ വാക്യത്തെ നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയുക. ഒന്നാം വാക്യത്തിൽ അധികാരങ്ങൾക്ക് കീഴടങ്ങുക, അനുസരിക്കുക, ഈ 2 പ്രബോധനങ്ങളാണ് 3-ാം അധ്യായം 1-ാം വാക്യത്തിൽ നമ്മൾ കാണുന്നത്. വാഴ്ചകൾക്കും അധികാരങ്ങൾക്കും കീഴടങ്ങി അനുസരിപ്പാനും സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിപ്പാനും. അപ്പം അധികാരങ്ങൾക്കും വാഴ്ചകൾക്കും കീഴടങ്ങിയിരിക്കുക എന്നുള്ളത് ഈ സൽപ്രവൃത്തിയുടെ ഭാഗമാണ്. എന്ന് പറഞ്ഞാൽ ഒരു വിശ്വാസി തൻ്റെ ജീവിതത്തിലുള്ള രക്ഷയുടെ അനുഭവത്തെ വെളിപ്പെടുത്തുന്നത് അധികാരങ്ങളോടുള്ള വിധേയത്വം കൊണ്ടാണ്. ക്രിസ്തുവിലാണ് അധികാരമുള്ളത്. നമ്മൾ റോമാലേഖനം പഠിച്ചപ്പോൾ ആ വിഷയം പഠിച്ചു. ക്രിസ്തുവിനാൽ അല്ലാതെ ഒരു അധികാരമില്ല. ക്രിസ്തുവിൽ അധികാരങ്ങൾക്ക് കീഴടങ്ങിയിരിക്കണം. റോമാലേഖനം 13-ാം അധ്യായത്തിൽ നമ്മൾ ആ വിഷയം വായിക്കുന്നുണ്ട്. റോമാലേഖനം 13-ാം അധ്യായം 13-ാം അധ്യായം മുഴുവനും ആ വിഷയം തന്നെയാണ്. എന്നാൽ റോമാലേഖനം 13-ാം അധ്യായത്തിൽ 6-ാം വാക്യം മാത്രം 6-7 വാക്യങ്ങൾ മാത്രം ഇന്ന് വായിച്ച് മുന്നോട്ട് പോകാം. റോമാലേഖനം 13-ാം അധ്യായം 6-7. അതുകൊണ്ട് നിങ്ങൾ നികുതിയും കൊടുക്കുന്നു, അവർ ദൈവ ശുശ്രൂഷകന്മാരും ആ കാര്യം തന്നെ നോക്കുന്നവരുമാകുന്നു. എല്ലാവർക്കും കടമായുള്ളത് കൊടുപ്പിൻ. നികുതി കൊടുക്കേണ്ടവന് നികുതി, ചുങ്കം കൊടുക്കേണ്ടവന് ചുങ്കം, ഭയം കാണിക്കേണ്ടവന് ഭയം, മാനം കാണിക്കേണ്ടവന് മാനം. അപ്പൊ രക്ഷിക്കപ്പെട്ടു, ക്രിസ്തുവിൽ സ്വാതന്ത്ര്യം ലഭിച്ചു എന്നുള്ളത് കൊണ്ട് വിശ്വാസികൾക്ക് ചില തെറ്റായ ചിന്താഗതികൾ, അത് എല്ലാ കാലത്തുമുള്ള ഒരു പ്രശ്നമാണ്. അവര് സർവതന്ത്ര സ്വതന്ത്രരാണ്, എല്ലാ നിലയിലും സ്വാതന്ത്ര്യം പ്രാപിച്ചവരാണ് എന്നൊരു ചിന്ത. അതുകൊണ്ട് ഇനി നിയമങ്ങൾ പാലിക്കേണ്ട ആവശ്യമില്ല, ഞങ്ങൾ സ്വർഗീയ പൗരന്മാരാണ്, ഈ ലോകത്തിന്റെ നിയമങ്ങൾ ഞങ്ങൾക്ക് ബാധകമല്ല എന്ന് ചിന്തിക്കുന്ന ഒരു മനോഭാവം പലരിലും ഉണ്ടാകുന്നുണ്ട്. നമുക്കറിയാം, ക്രേത്തയിലുള്ള വിശ്വാസികൾ, അത് ക്രേത്തയിലാണ് തീത്തോസിന് ശുശ്രൂഷ നിയമനമുള്ളത് എന്ന് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ആ ശുശ്രൂഷ നിയമത്തിൽ ക്രേത്തരുടെ പ്രത്യേകത, അവർ അസത്യവാദികളാണ് എന്ന് പറഞ്ഞാൽ സത്യത്തിന് വിരോധമായി നിൽക്കുന്ന ആളുകളാണ് ക്രേത്തര്. അപ്പോൾ അങ്ങനെയുള്ള ഒരു കമ്മ്യൂണിറ്റിയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ സഭയിലെ വിശ്വാസികളുടെ ഉള്ളിലും ഈ അസത്യവാദ സിസ്റ്റം അല്ലെങ്കിൽ കൾച്ചറൽ ഹാബിറ്റ്സ്, അവർക്ക് സാംസ്കാരികമായി ലഭിച്ചിരിക്കുന്ന ചില സ്വഭാവ സവിശേഷതകൾ, ഇത് ഇന്നത്തെ സൊസൈറ്റിയിലും ഉള്ള ഒരു വിഷയമാണ്. നമ്മൾ ജനിച്ചു വളരുന്ന പശ്ചാത്തലത്തിന്റെ സ്വാധീനം നമ്മൾ വിശ്വാസത്തിൽ വന്നാലും നമ്മുടെ ജീവിതത്തിൽ പിന്നെയും ഉണ്ടാകും. ഇത് സ്വാഭാവികമായിരിക്കുന്ന ഒരു പ്രതിഭാസമാണ്. അങ്ങനെയുള്ള ഒരു സംസ്കാരത്തിൽ ജീവിക്കുന്ന വിശ്വാസികൾക്ക്
തീത്തോസ് മുഖാന്തരം പൗലോസ് ലേഖനം എഴുതി അയക്കുമ്പോൾ അവരെ ഓർപ്പിക്കുന്ന വിഷയം, രക്ഷിക്കപ്പെട്ടു എന്ന കാരണത്താൽ നിയമങ്ങൾക്ക് അതീതരല്ല വിശ്വാസികൾ. ഈ ലോകത്തിലെ നിയമങ്ങൾക്ക് അവർ വിധേയമുള്ളവരാണ്. ക്രിസ്തുവിലാണ് വിധേയത്വം എന്ന് പറഞ്ഞാൽ ഈ ലോക നിയമങ്ങൾക്ക് അധികാരങ്ങൾക്ക് ചേർന്ന് പോകണം എന്നൊരു ചിന്ത വരുമ്പോൾ വിശ്വാസികൾക്ക് കുറച്ച് രാഷ്ട്രീയമൊക്കെ ആകാം, രാഷ്ട്രീയ പ്രവർത്തനമൊക്കെ ആകാം എന്നൊരു ചിന്ത വരുന്നു. പല സൗരന്മാരും രാഷ്ട്രീയത്തിലുണ്ട്, അതിനെ ഒന്നും ഞാനിപ്പോ സ്പർശിക്കുവാനായിട്ട് പോകുന്നില്ല. എന്നാൽ രാഷ്ട്രീയ പ്രവർത്തനമല്ല അധികാരങ്ങൾക്ക് കീഴ്പ്പെടുക എന്നതിന്റെ ആശയം. ഒറ്റ വാക്കിൽ അതിന്റെ ആശയം അതാണ്. രാഷ്ട്രീയ പ്രവർത്തനം വേറൊരു തലത്തിലാണ്. ഒരു രാഷ്ട്രത്തിന്റെ നിയമങ്ങളും രാഷ്ട്രീയ പ്രവർത്തനവും രണ്ടും രണ്ടാണ്, രണ്ട് തലങ്ങളിലാണ് പോകുന്നത് എന്ന് നമ്മൾ മനസ്സിലാക്കി. രാഷ്ട്രീയക്കാരാണ് നിയമ സംവിധാനത്തിൽ അധികാര സ്ഥാനങ്ങൾ അലങ്കരിക്കുന്നതെങ്കിലും രാഷ്ട്രീയമല്ല രാഷ്ട്രത്തിന്റെ നിയമം എന്നുള്ളത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ആവശ്യം. ഒരു രാജ്യത്തിന്റെ നിയമം അത് വ്യക്തമായി നമ്മൾ കണ്ടു. നികുതി കൊടുക്കേണ്ടവനും നികുതി, ബഹുമാനം കൊടുക്കേണ്ടവനും ബഹുമാനം, ഭയം കാണിക്കേണ്ടവനെ ഭയപ്പെടാം. നിയമ സംവിധാനങ്ങളെ ബഹുമാനിക്കുവാനായിട്ട് വിശ്വാസികൾ ബാധ്യസ്ഥരാണ്. രക്ഷിക്കപ്പെട്ടു എന്ന കാരണത്താൽ ലോക നിയമങ്ങൾക്ക് വിശ്വാസികൾ അതീതരല്ല എന്നുള്ള വിഷയം ദൈവത്തിന്റെ ആത്മാവ് ഇവിടെ പ്രത്യേകമായിട്ട് ഓർപ്പിക്കുന്നു. ഇത് സൽപ്രവൃത്തികളുമായിട്ട് എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് വിഷയം. അപ്പോൾ സൽപ്രവൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ജീവിതത്തിൽ നമ്മുടെ വിശ്വാസത്തെ പ്രവൃത്തി പദത്തിൽ കാണിക്കുന്നതാണ് സൽപ്രവൃത്തി എന്നതിന്റെ ആകത്തുക എന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് കഴിയും. സൽപ്രവൃത്തിയുടെ ശുഷ്കാന്തിയുള്ള ഒരു ജനമായി നമ്മളെ തിരഞ്ഞെടുത്തു എന്ന് നമ്മൾ വായിക്കുന്നുണ്ട്. അപ്പൊ ഈ രക്ഷയിൽ ഏറ്റവും പ്രത്യേകമായിരിക്കുന്ന വിഷയം വിശ്വാസികൾ തങ്ങളുടെ ജീവിതത്തിൽ സൽപ്രവൃത്തികളെ എന്ന് പറഞ്ഞാൽ ദൈവഹിതത്തെ പ്രവൃത്തി പദത്തിൽ വെളിപ്പെടുത്തുന്നവരായിരിക്കണം. രാഷ്ട്രത്തിന്റെ നിയമങ്ങൾക്ക് എതിരായി നിൽക്കുന്നവൻ ദൈവനാമം ദുഷിക്കുന്നവനാണ്. കാരണം ലോകത്തിന് മുമ്പിൽ ഇവൻ വിശ്വാസി എന്ന് പറയുകയും നിയമ സംവിധാനത്തെ മറുതലിച്ചു പോവുകയും ചെയ്യുമ്പോൾ ഇവൻ ദൈവനാമത്തിന് അപമാനം വരുത്തുന്ന വ്യക്തിയാണ് ഈ വിശ്വാസി. അതുകൊണ്ടാണ് പറയുന്നത്, മാനം കൊടുക്കേണ്ടവന് മാനം കൊടുക്കണം, ആദരിക്കേണ്ടവനെ ആദരിക്കണം, ടാക്സ് കൊടുക്കേണ്ടടുത്ത് കൊടുക്കണം, പോലീസ് അധികാരികളെ ഭയപ്പെടണം. ഇങ്ങനെയുള്ള നിയമ സംവിധാനങ്ങൾക്കൊക്കെ നമ്മൾ കീഴടങ്ങിയിരിക്കണം എന്ന് പറയുന്നത്. കർത്താവ് പോലും ഭൂമിയിൽ ശുശ്രൂഷ രംഗത്തായിരുന്നപ്പോൾ നിന്റെ ശിഷ്യന്മാർ ടാക്സ് കൊടുക്കുന്നില്ല എന്ന് പറയുമ്പോൾ കർത്താവ് പത്രോസിനോട് പറഞ്ഞ് ആ ടാക്സിന്റെ ക്രമീകരണങ്ങൾ ചെയ്യുന്നത് നമ്മൾ കാണുന്നുണ്ട്. ആ വാക്യങ്ങളിലേക്കൊന്നും ഇപ്പോൾ കടന്നു പോകുന്നില്ല. അപ്പോൾ കർത്താവും ഭൂമിയിലായിരുന്നപ്പോൾ നിയമ സംവിധാനങ്ങളെ കർത്താവ് മാനിച്ചിരുന്നു. അത് യോഗ്യമായി ചെയ്യേണ്ട വിഷയങ്ങളാണ് എന്നുള്ളത് മാതൃകയായിട്ട് നമുക്ക് കാണിച്ചിരുന്നു. ഇവിടെ 3-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ ക്രേത്തയിലെ വിശ്വാസികളോടുള്ള ബന്ധത്തിൽ ഈ വിഷയം എടുത്തു പറയുന്നതിന് ഒരു പ്രത്യേക കാരണമുണ്ട്. ഈ ക്രേത്തര് പൊതുവെ അസത്യവതികളാണ്, ദുഷ്ടജന്തുക്കളാണ്. നമ്മൾ അതിന്റെ 1:12 അവരെ കുറിച്ച് നമ്മൾ വായിച്ചിട്ടുണ്ട്. മടിയന്മാരായ പേരുമായി നമ്മൾ ഓൾറെഡി ആ വിഷയം കവർ ചെയ്ത് മുന്നോട്ട് പോകുന്നതാ. എന്ന് പറഞ്ഞാൽ ദുഷ്ടജന്തുക്കൾ എന്ന് പറഞ്ഞാൽ പൊതുവെ ദുഷ്ടത പ്രവർത്തിക്കുന്നതിൽ സന്തോഷിക്കുന്ന ഒരു മാനസിക തലമുള്ള സമൂഹമാണ് ക്രേത്ത. അപ്പൊ ഓരോ സൊസൈറ്റിയിലും അങ്ങനെയാണ്. ഇന്നും പല ഗ്രൂപ്പുകൾ അങ്ങനെ ഭൂമിയിൽ നമുക്ക് കാണുവാനായിട്ട് കഴിയും. ആ കമ്മ്യൂണിറ്റിയിൽ സുവിശേഷം കേട്ട് രക്ഷിക്കപ്പെട്ട ആളുകൾ മുമ്പോട്ട് വരുമ്പോൾ ഈ ഒരു പശ്ചാത്തലം അവരുടെ ഉള്ളിലുണ്ട്. എന്ന് പറഞ്ഞാൽ സത്യത്തിനെതിരെ മറുതലിച്ച് നിൽക്കുന്ന ഒരു മനോഭാവം അവരുടെ ഉള്ളിലുണ്ട്. അത് സ്വാഭാവികമായിട്ടുള്ള ഒരു സംവിധാനമാണ്. അതിനെ ദൈവാത്മാവിൽ വിധേയപ്പെടുത്തി നിൽക്കുക എന്നുള്ളതാണ് രക്ഷിക്കപ്പെട്ട ദൈവമക്കളുടെ ഉത്തരവാദിത്വം എന്ന് പറയുന്നത്. അത് നിസ്സാരമായിരിക്കുന്ന ഒരു വിഷയമല്ല. തന്നെത്താൻ ക്രൂശിച്ച്, തന്നെത്താൻ ത്യജിച്ച്, തൻ്റെ ക്രൂശ് എടുത്ത് കർത്താവിനെ അനുഗമിക്കുന്ന ഒരു വ്യക്തിക്കാണ് ഈ സാംസ്കാരികമായി, പൈതൃകമായി, പാരമ്പര്യമായി, സാമൂഹികമായി കിട്ടിയിരിക്കുന്ന ഈ ഒരു സ്വഭാവ സവിശേഷതയിൽ നിന്ന് വിടുതൽ പ്രാപിച്ചു വരുവാനായിട്ട് കഴിയുകയുള്ളൂ. അപ്പോൾ ക്രേത്തയിലുള്ള വിശ്വാസികളുടെ ഇടയിൽ ശുശ്രൂഷ ചെയ്യുവാനായിട്ട് തീത്തോസിനെ പറഞ്ഞു വിടുമ്പോൾ സഭയിൽ മൂപ്പന്മാരായി നിയമിക്കാൻ പോകുന്ന വ്യക്തികളും ഇതേ സ്വഭാവത്തിന് അധീനരാണ്. അപ്പോൾ അങ്ങനെയുള്ള വ്യക്തികൾ സഭാ ശുശ്രൂഷ രംഗത്തേക്ക് വരുമ്പോൾ അവരുടെ സ്വഭാവത്തിൽ ഒരു പുതുക്കം അനിവാര്യമാണ്. അതാണ് ഈ അധ്യായത്തിന്റെ 3-ാം അധ്യായത്തിന്റെ കേന്ദ്ര വിഷയം എന്ന് പറയുന്നത്. സാംസ്കാരികമായി, സാമൂഹികമായി ലഭിച്ചിരിക്കുന്ന ചില സ്വഭാവങ്ങൾ അത് നമ്മുടെ രക്തത്തിൽ കലർന്നിരിക്കുന്നു എങ്കിലും ദൈവസഭയെ പരിപാലിക്കുവാനായിട്ട് ദൈവത്താൽ നിയോഗിതരായിട്ട് എഴുന്നേൽപ്പിക്കപ്പെടുന്ന വ്യക്തികൾ ഇന്ദ്രിയജയമുള്ളവരായി ഈ സംവിധാനങ്ങൾക്ക് അതീതമായി ദൈവ കൃപയിൽ ആശ്രയിക്കുന്ന ഒരു അനുഭവത്തിലേക്ക് വരണം എന്നാണ് ദൈവത്തിന്റെ ആത്മാവ് തന്റെ ദാസൻ മുഖാന്തരം തീത്തോസിനെ ഓർപ്പിക്കുന്നത്. നമ്മൾ അതിന്റെ താഴോട്ട് വരുമ്പോൾ
മൂന്ന് വിഷയങ്ങൾ നമുക്ക് അവിടെ കാണാം. 2, 3, 4 വാക്യങ്ങൾ. 2, 3, 4 വാക്യങ്ങൾ 3 പശ്ചാത്തലം, ഒരു വിശ്വാസിയുടെ ജീവിതത്തിലെ 3 അവസ്ഥകളെ എടുത്ത് കാണിക്കുന്ന വാക്യങ്ങളാണ് 2, 3, 4. മൂന്നാം വാക്യത്തിൽ നമ്മുടെ പൂർവ്വകാല അവസ്ഥ, രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുള്ള അവസ്ഥ, ഇതൊന്ന് മിക്സ് ചെയ്താണ് അവിടെ പറഞ്ഞിരിക്കുന്നത്. അതൊന്ന് പ്രോപ്പർ ഓർഡർ ആക്കി ആദ്യം നമുക്ക് മൂന്നാം വാക്യം നോക്കാം. അവിടെ മുമ്പേ നാമും ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും വഴിതെറ്റി നടക്കുന്നവരും നാനാമോഹങ്ങൾക്കും ഭോഗങ്ങൾക്കും അധീനരും ഈർഷ്യയിലും അസൂയയിലും കാലം കഴിക്കുന്നവരും ദേഷിതരും അന്യോന്യം പകയ്ക്കുന്നവരും ആയിരുന്നുവല്ലോ. അപ്പോൾ തീത്തോസ് ഉൾപ്പെടെയുള്ള വിശ്വാസികൾക്കാണ് പൗലോസ് ലേഖനം. പൗലോസിനെ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ട് പറയുകയാണ്, മുമ്പേ നാമും ബുദ്ധികെട്ടവരായിരുന്നു എന്ന് പറയാം. രക്ഷയുടെ സുവിശേഷം കേൾക്കുന്നതിന് മുമ്പ്, രക്ഷയെക്കുറിച്ച് പരിജ്ഞാനം പ്രാപിക്കുന്നതിന് മുമ്പ് നമ്മൾ ഇവരെ പോലെ തന്നെ, ക്രേത്തയിലുള്ള വിശ്വാസികളെ പോലെ, മറ്റ് ആളുകളെ പോലെ തന്നെ ബുദ്ധികെട്ടവരും അനുസരണമില്ലാത്തവരും ദൈവിക വ്യവസ്ഥയ്ക്ക് വെളിയിൽ സഞ്ചരിച്ചവരായിരുന്നു എന്നുള്ള ബോധ്യം ധരിക്കണം എന്ന് പറഞ്ഞാൽ, അത് കുറച്ചുകൂടെ നമ്മൾ അതിന്റെ ആശയത്തിലേക്ക് വരുമ്പോൾ നമുക്ക് അടുത്ത വാക്കുകൾ വായിക്കുമ്പോൾ എന്തുകൊണ്ടാണ് പൗലോസ് ആ ഒരു വിഷയം, നമ്മൾ ആരാധനയോടുള്ള ബന്ധത്തിൽ ഈ വാക്യങ്ങൾ സാധാരണ ആരാധന ചിന്തയ്ക്കൊക്കെ വായിച്ച് പോകുന്ന ഒരു വാക്യമാണ് ഈ 3-4 വാക്യങ്ങൾ. അപ്പോൾ ഇവിടെ 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ രക്ഷയുടെ മഹത്വമാണ് 4-ാം വാക്യത്തിൽ എടുത്തുള്ളത്. 3-ാം വാക്യത്തിൽ നമ്മുടെ പൂർവ്വകാല അവസ്ഥയെക്കുറിച്ച് പറഞ്ഞിട്ട് 4-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ വായിക്കുന്നത്, നമ്മുടെ രക്ഷിതാവായ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അവൻ നമ്മെ നാം ചെയ്ത നീതിപ്രവൃത്തികളാലല്ല തന്റെ കരുണപ്രകാരം എത്ര രക്ഷിച്ചത്. ഇവിടെ ദൈവത്തിന്റെ, നമ്മുടെ രക്ഷയോടുള്ള ബന്ധത്തിൽ ദൈവത്തിന്റെ മനുഷ്യപ്രീതിയും ദൈവത്തിന്റെ കരുണയും, ഈ 2 വിഷയങ്ങളെ എടുത്തു കാണിക്കുകയാണ്. അപ്പോൾ ഇടപെടാൻ പോകുന്നത് ക്രേത്തയിലുള്ള വിശ്വാസികളോടുള്ള ബന്ധത്തിലാണ്. എന്നാൽ ഈ ക്രേത്തയിലുള്ള വിശ്വാസികളോട് ഒരു മൂപ്പനായി നിന്നുകൊണ്ട്, ഒരു സഭാ ശുശ്രൂഷകനായി നിന്നുകൊണ്ട് തീത്തോസും മറ്റ് മൂപ്പന്മാരും വിശ്വാസികൾ ഇടപെടുമ്പോൾ അവരുടെ ഹൃദയത്തിൽ അവർ കുറിക്കൊള്ളേണ്ടതായിരിക്കുന്ന ഒരു പ്രധാന വിഷയമാണ് ഈ പറഞ്ഞു വരുന്ന വിഷയം. മുമ്പേ നിങ്ങളുടെ അവസ്ഥ ഇങ്ങനെയായിരുന്നു, നിങ്ങളുടെ മേൽ ദൈവത്തിന്റെ ദയയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ. അപ്പോൾ ദൈവത്തിന്റെ മനുഷ്യപ്രീതി നമ്മുടെ ജീവിതത്തിൽ എപ്രകാരം ക്രിയ ചെയ്തു എന്നത് മനസ്സിലാക്കിയിട്ട് വേണം നാം വിശ്വാസികളോട് ഇടപെടുവാനായിട്ട്. ഇനി ആ നിലയിൽ നമ്മുടെ രക്ഷ നമുക്ക് ദൈവകൃപയാൽ ലഭിച്ചത് കൊണ്ട് നമുക്ക് നമ്മുടെ ഉത്തരവാദിത്വം എന്താണ്? അതാണ് 2-ാം വാക്യം. അവിടെ നമ്മൾ വായിക്കുന്നത്, സകല സൽപ്രവൃത്തിക്കും ഒരുങ്ങിയിരിപ്പാനും ആരെ കൊണ്ടും ദൂഷണം പറയാതെയും. ആരെ കൊണ്ടും ദൂഷണം പറയാതെയും, മറ്റുള്ളവരെ കുറിച്ച് ദൂഷണം പറയരുത്, ആരെക്കുറിച്ചും ദൂഷണം പറയരുത്. ദൂഷണം എന്ന് പറഞ്ഞാൽ ഇല്ലാ കഥകൾ, ഇല്ലാത്തത് പറയരുത്, ദോഷമായിട്ട് അവർക്ക് ദോഷം വരുന്ന നിലയിൽ സംസാരിക്കണം എന്നതിന്റെ ആശയം. ഇന്ന് നമ്മളുടെയൊക്കെ ജീവിതത്തിൽ നമ്മൾ പരിശോധിച്ചാൽ ഇതിൽ നമ്മൾ മാസ്റ്റർ ഡിഗ്രി എടുത്തവരാണ് ദൂഷണം പറയുന്നത്. അവിടെ പറയുന്നത് ആരെക്കുറിച്ചും ദൂഷണം പറയരുത്. പിന്നെ കലഹിക്കാതെയും, ദൈവസഭയ്ക്കുള്ളിലെ കാര്യങ്ങളെ ഈ പറയുന്നത്. ഇന്ന് ഇതിന് മാത്രം ഒരു കുറവുമില്ല, കലഹത്തിന് ഒരു കുറവുമില്ല. എന്നിട്ട് എന്താ പറയാ, ശാന്തന്മാരായി സകല മനുഷ്യരോടും പൂർണ്ണ സൗമ്യത കാണിപ്പാനും അവരെ ഓർമ്മപ്പെടുത്തുക. ആരെ ഓർമ്മപ്പെടുത്തുക? ക്രേത്തയിലുള്ള വിശ്വാസികളെയും മൂപ്പന്മാരെയും ഓർമ്മപ്പെടുത്തണം. എന്തുകൊണ്ടാണ്? റിമൈൻഡ് ചെയ്യുക, ഓർമ്മപ്പെടുത്തുക എന്ന് പറയുന്നത് ഓൾറെഡി പൗലോസ് അവിടെ പഠിപ്പിച്ചിട്ടുള്ള ഉപദേശമാണ് ഇത്. അപ്പൊ ഈ വിഷയങ്ങളിൽ ഒരു ഓർമ്മപ്പെടുത്തൽ, കണ്ടിന്യൂസ് ആയിട്ട് തുടർമാനമായിട്ട് ഓർമ്മപ്പെടുത്തൽ ആവശ്യമാണ്. കാരണം ഈ മാനുഷിക പശ്ചാത്തലം, സാമൂഹിക പശ്ചാത്തലം, മനുഷ്യന്റെ സ്വഭാവം, അടിസ്ഥാന സ്വഭാവം എന്നിവ വെച്ച് പരസ്പരം ദൂഷണം പറയുകയും കലഹമുണ്ടാക്കുകയും പ്രശ്നമുണ്ടാക്കുകയും ചെയ്യുന്നത് മനുഷ്യ സഹജമാണ്. ഈ മനുഷ്യ സഹജമായിരിക്കുന്ന പ്രതിഭാസത്തെ അതിജീവിക്കണമെങ്കിൽ ഇത് വിശ്വാസികൾക്ക് യോഗ്യമല്ല എന്നുള്ള കാര്യം കൂടെ കൂടെ അവരെ ഓർമ്മപ്പെടുത്തേണ്ടത് ആവശ്യമാണ്. ഇന്ന് നമ്മുടെ സഭകളിലൊക്കെ പ്രശ്നങ്ങൾക്ക് കാരണം ഇതാ, ഇത് ഓർമ്മപ്പെടുത്താൻ ആരും സഭയിലില്ല, ഓർമ്മപ്പെടുത്തേണ്ടവർ തന്നെ കലഹത്തിന് നേതൃത്വം നൽകുന്നു എന്നുള്ളതാണ് പ്രധാന വിഷയം. അപ്പോൾ ഇവിടെ പറഞ്ഞു വരുന്ന വിഷയം, ഈ 2 വിഷയങ്ങൾ അതിന്റെ ഗൗരവത്തിൽ മനസ്സിലാക്കാത്തത് കൊണ്ട് സഭയ്ക്കുള്ളിൽ കലഹങ്ങളും പ്രയാസങ്ങളും ഉണ്ടാകുന്നു. അങ്ങനെ അരുത്. ഒരു വിശ്വാസി കലക്കമുണ്ടാകുമ്പോൾ, പ്രശ്നക്കാരനായിട്ട് വരുമ്പോൾ, ഒരു വിശ്വാസി മുഖാന്തര സഭയിൽ ഒരു ബുദ്ധിമുട്ടുണ്ടാകുമ്പോൾ അവനോട് ഇടപെടേണ്ട വിഷയം എന്ന് പറയുന്നത്, ദൈവത്തിന്റെ മനുഷ്യപ്രീതി നിന്റെ മേൽ ഉദിച്ച് നിന്റെ മേൽ ദൈവകൃപ പകർന്നു കിട്ടിയതുപോലെ തന്നെ ആ മനുഷ്യന്റെ മേൽ ദൈവകൃപ ഉദിക്കത്തക്ക നിലയിൽ പ്രീതിയോടുകൂടി, ശാന്തതയോടുകൂടി, സൗമ്യതയോടുകൂടി, കൃപയോടുകൂടി ആ വ്യക്തിയോട് ഇടപെടണമെന്നതിന്റെ ആശയം.
ഇന്ന് നമുക്ക് വെട്ടൊന്ന് മുറി രണ്ട് സ്റ്റൈലാണ് സിസ്റ്റം. നമ്മുടെ സിസ്റ്റം അങ്ങനെ വെട്ടൊന്ന് മുറി രണ്ട്. അതുകൊണ്ട് മുറിഞ്ഞു പീസായിട്ട് പോയിക്കൊണ്ടിരിക്കുക. ആത്മീകമായി ബിൽഡപ്പ് ചെയ്യുവാനായിട്ട് ദൈവം ആക്കി വെച്ചിരിക്കുന്ന ശുശ്രൂഷകന്മാർ വിശ്വാസികളെ ആത്മീകമായി തകർത്ത് കളയുന്ന അനുഭവത്തിലേക്ക് ഇന്ന് സഭാന്തരീക്ഷത്തിൽ കടന്നു വരുന്നതിന് കാരണം ഈ ദൈവകൃപയുടെ മഹത്വം നമ്മൾ വിസ്മരിച്ചു പോകുന്നു എന്നുള്ളതാണ്. ഇത് നമ്മൾ ഓൾറെഡി കണ്ടതാണ്. ഈ ലേഖനങ്ങൾ ആവർത്തിച്ചു വന്നപ്പോൾ 10 ഇളച്ച കിട്ടിയവൻ 100 ഇളച്ച കിട്ടിയവൻ പോയ വഴിക്ക് 10 ഇളച്ച കൊടുക്കാനുള്ളവനോട് കഴുത്തിന് കുത്തിപ്പിടിച്ച് കണക്ക് ചോദിക്കുകയും അവനെ ഉപദ്രവിക്കുകയും ജയിലിലടയ്ക്കുകയൊക്കെ ചെയ്യുന്നത് നമ്മൾ കണ്ടതാണ്. കർത്താവിന്റെ ഉപമയിൽ ആ വിഷയം കണ്ടതാണ്. ഇതുപോലെയാണ് നമ്മൾ പലരുടെയും ഇടപെടൽ. അതുകൊണ്ട് തീത്തോസിനോട് വളരെ വ്യക്തമായിട്ട് പറയുകയാണ്, വിശ്വാസികളോട് അവർ ദൂഷണം പറയാതെയും കലഹിക്കാതെയും ഇരിക്കണമെന്ന് നീ പഠിപ്പിക്കുമ്പോൾ, ശാന്തരായി ജീവിക്കണമെന്ന് പഠിപ്പിക്കുമ്പോൾ നീ ഒരു കാര്യം ഓർക്കണം, മുമ്പേ നാമും ഇതുപോലെ അനുസരണം കെട്ടവരായിരുന്നു. ഈ മാനുഷിക സ്വഭാവങ്ങൾക്ക് അധീനരാണ്, വിധേയപ്പെട്ടവരാണ് നാമും എന്നുള്ള വിഷയം നമ്മൾ ഓർക്കണം. നീ മറ്റുള്ളവനെതിരെ ശിക്ഷ എടുക്കുമ്പോൾ കർത്താവ് പറഞ്ഞിട്ടുണ്ട്, നീ ആ പാപത്തിൽ വീഴാതിരിപ്പാൻ നീയും സൂക്ഷിച്ചു കൊള്ളണം. അതാണ് ശിക്ഷണത്തിന്റെ പ്രമാണം. അപ്പോൾ ഇവിടെ തീത്തോസിനെ പൗലോസ് ദൈവാത്മാവിൽ ഓർപ്പിക്കുന്ന വിഷയം, നീ ഒരു നടപടി എടുക്കുമ്പോൾ, നീ സഭയെ അവരെ ഉപദേശിക്കുമ്പോൾ, ശാസിക്കുമ്പോൾ, തർജ്ജനം ചെയ്യുമ്പോൾ നിന്റെ ഹൃദയത്തിൽ ഭരിക്കേണ്ട വിഷയം, നീയും മുമ്പ് ഇതേ സ്വഭാവക്കാരൻ എന്ന് പറഞ്ഞാൽ അവരുടെ തെറ്റിനെ ന്യായീകരിക്കണം, അനുകൂലിക്കണം, അനുമോദിക്കണം എന്നല്ല, മറിച്ച് ഇതൊരു മാനുഷിക ബലഹീനതയാണെന്ന് മനസ്സിലാക്കി അതിനെ അതിജീവിക്കുവാനുള്ള സ്വർഗീയ കൃപയോടുകൂടിയ നടത്തിപ്പാണ് വിശ്വാസികൾക്ക് ആവശ്യം, ശിക്ഷയല്ല. നമ്മൾ പലപ്പോഴും ശിക്ഷണം എന്നുള്ളത് ശിക്ഷ എന്ന് മനസ്സിലാക്കി നമ്മൾ പഠിക്കുകയും പ്രാവർത്തികമാക്കുകയും ചെയ്യുന്നതുകൊണ്ടാണ് നമ്മുടെ സഭയിൽ പല പ്രശ്നങ്ങളും ഇങ്ങനെ പൊട്ടിത്തെറിച്ചു പോയിക്കൊണ്ടിരിക്കുന്നത്. ശിക്ഷണം എന്ന് പറഞ്ഞാൽ അതിനകത്ത് ശിക്ഷയുണ്ട്, പക്ഷെ അതിന് തെറ്റിനനുസരിച്ചാണ് ശിക്ഷ. ശിക്ഷയുടെ ഉദ്ദേശം ബിൽഡപ്പ് ചെയ്യുക, യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതാണ്. അപ്പൊ തീത്തോസിനോട് പൗലോസ് പറഞ്ഞു വരുന്നതിന്റെ രത്നച്ചുരുക്കം, നീ ഒരു വിശ്വാസിക്കെതിരെ നടപടിയെടുക്കുമ്പോൾ, ഒരു മൂപ്പനെതിരെ നടപടിയെടുക്കുവാനായിട്ട് നീ നിൽക്കുമ്പോൾ നീ ഓർക്കേണ്ട വിഷയം, നാമും മുമ്പേ ഇതേ ഒരു അവസ്ഥയിലായിരുന്നു. ദൈവത്തിന്റെ കൃപയും മനുഷ്യപ്രീതിയും ഉദിച്ചപ്പോൾ അതിന്റെ ആഴങ്ങൾ മനസ്സിലാക്കിയപ്പോഴാണ് നീ ഈ ദൈവഭക്തിയിൽ ദൈവത്തോട് ചേർന്ന് നിൽക്കുന്നത്. ഈ തെറ്റ് ചെയ്യുന്ന വ്യക്തി ദൈവഭക്തിയും ദൈവകൃപയുടെ മഹത്വവും വേണ്ടത്ര മനസ്സിലാക്കാത്തത് കൊണ്ട് അവൻ തെറ്റിലകപ്പെടുന്നു. അതുകൊണ്ട് എന്ത് ചെയ്യണം? ഈ ദൈവകൃപയുടെ മഹത്വം നീ അവന് പറഞ്ഞു കൊടുക്കണം. അതാണ് ഉത്തരവാദിത്വം. സഭാ ശുശ്രൂഷ എന്ന് പറയുന്നത് ഞാൻ കഴിഞ്ഞ ക്ലാസ്സുകളൊക്കെ ഓർപ്പിച്ചതുപോലെ, സഭാ ശുശ്രൂഷകൻ സഭയുടെ നടത്തിപ്പുകാരനായിരിക്കുക, സഭയുടെ നേതൃസ്ഥാനം വഹിക്കുക എന്നുള്ളത് നിസ്സാരമായിരിക്കുന്ന ഒരു വിഷയം, വളരെ ഗൗരവമുള്ള ഒരു വിഷയം. ഉന്നത സ്ഥാനമായിരിക്കുന്നത് പോലെ തന്നെ, പ്രാധാന്യമുള്ള സ്ഥാനമായിരിക്കുന്നത് പോലെ ഉത്തരവാദിത്വമുള്ള ഒരു സ്ഥാനമാണ് ഇടയസ്ഥാനം അല്ല സഭയിലെ ശുശ്രൂഷ സ്ഥാനം എന്നുള്ളത്. അത് വളരെ കൃപയോടും പരിജ്ഞാനത്തോടും കൂടി കൈകാര്യം ചെയ്യേണ്ട ഒരു വിഷയമാണ്. അതിനകത്ത് അടിസ്ഥാനപരമായിട്ട് മനസ്സിലാക്കേണ്ട ഒരു വിഷയം, അത് ദൈവകൃപയാണ്, ദൈവകൃപയിൽ ആശ്രയിച്ചാണ് എന്നുള്ള വിഷയം നമ്മൾ അറിഞ്ഞിരിക്കേണ്ടത് ആവശ്യമാണ്. ഇവിടെ നമ്മൾ അതിൻ്റെ 4-5 വാക്യം വരെ നമ്മൾ വായിച്ചു. 5-ാം വാക്യം വായിച്ചു. തന്റെ കരുണപ്രകാരം എത്ര രക്ഷിച്ചത്, രക്ഷയെക്കുറിച്ച് നമ്മൾ അത് വായിച്ചു. ഇവിടെ രക്ഷയുടെ പ്രത്യേകതയിൽ ദൈവകൃപയ്ക്ക് രക്ഷയുടെ ജീവിതം, നമ്മൾ 3-ാം അധ്യായം ആരംഭിച്ചത് വിശ്വാസികൾ സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി ഉള്ളവരായിരിക്കുക എന്ന ആശയത്തിലാണ്. അപ്പൊ ഈ സൽപ്രവൃത്തിയിൽ ചേർന്ന് വരുന്ന വിഷയമാണ് വിശ്വാസികൾ സഭയിൽ ഒന്നിച്ചു പോകുവാൻ, ശാന്തമായി പോകുവാൻ, സ്നേഹത്തിൽ വർദ്ധിച്ചു പോകുവാനായിട്ട് ഇവരെ ഒന്നിച്ചു കൊണ്ടുപോകുന്ന പ്രവൃത്തി ഈ സൽപ്രവൃത്തിയിൽ പെട്ട ഒന്നാണ്. അത് ദൈവകൃപയിൽ അടിസ്ഥാനപ്പെട്ടിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ടതായിരിക്കുന്ന വിഷയം. ഇവിടെ തന്റെ കരുണപ്രകാരം എത്രയും നാം രക്ഷിക്കപ്പെട്ടത് എന്ന് പറയുന്നു, അല്ലെങ്കിൽ രക്ഷ പ്രാപിച്ചത്, അല്ലെങ്കിൽ നമ്മെ രക്ഷിച്ചത് ദൈവം തന്റെ കൃപയാലാണ് എന്ന് വായിക്കുന്നു. 6-ാം വാക്യത്തിൽ വരുമ്പോൾ അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട്, അപ്പൊ കരുണയും കൃപയും ഈ 2 വിഷയം അവിടെ ചേർന്ന് വരികയാണ്. ഇനി നാം രക്ഷിക്കപ്പെട്ടത് ദൈവകൃപയാലാണ്. ഇനി നമ്മൾ ശുശ്രൂഷകന്മാരായി തീർന്നത് എങ്ങനെയാണ്? അതും ദൈവകൃപയാല. നമ്മൾ കൃപാവരങ്ങൾ 1 കൊരിന്ത്യർ 12-ാം അധ്യായത്തിലും റോമാലേഖനത്തിലും നമ്മൾ കൃപാവരങ്ങളെ കുറിച്ച് പഠിക്കുമ്പോൾ, കൃപാവരങ്ങൾ ദൈവം കൃപയായി നൽകുന്നതാണ്. അതുകൊണ്ട് തന്നെയാണ് കൃപാവരങ്ങൾ എന്ന് പറയുന്നത്. അപ്പോൾ ആത്മീക ശുശ്രൂഷ രംഗത്ത് ശുശ്രൂഷ സ്ഥാനങ്ങളും ദൈവകൃപയാണ്. നാം രക്ഷിക്കപ്പെട്ടത് ദൈവകൃപയാണ്.
നാം ശുശ്രൂഷയിൽ ആയിരിക്കുന്നത് ദൈവകൃപയാണ്. മൂന്നാമതായിട്ട് നാം നിലനിൽക്കുന്നതും ദൈവകൃപയിലാണ്. ആ ബോധ്യം നമ്മളെ ഭരിക്കേണ്ടത് ആവശ്യമാണ്. 1 കൊരിന്ത്യർ 15-ാം അധ്യായം 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന വാക്യമാണ്. അപ്പോസ്തലനായ പൗലോസ് തന്റെ ശുശ്രൂഷ യാത്രയിൽ, തന്റെ വിശ്വാസ ജീവിതത്തിൽ, തന്റെ ശുശ്രൂഷ സ്ഥാനത്തെ കുറിച്ച് എടുത്തു പറയുന്ന ഒരു വാക്കാണ് 1 കൊരിന്ത്യർ 15-ാം അധ്യായം അതിന്റെ 10-ാം വാക്യം. എങ്കിലും ഞാൻ ആകുന്നത് ദൈവകൃപയാലാകുന്നു, എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായില്ല. അതിന്റെ തൊട്ടുമേലുള്ള വാക്യം തന്റെ അപ്പോസ്തോലത്വത്തെ കുറിച്ചാണ് താൻ സംസാരിക്കുന്നത്. ഞാൻ അപ്പോസ്തോലന്മാരിൽ ഏറ്റവും ചെറിയവനല്ലോ. തനിക്ക് ലഭിച്ച അപ്പോസ്തോലത്വം, അപ്പോസ്തോലൻ എന്നുള്ള സ്ഥാനീയ ശുശ്രൂഷ, അത് തനിക്ക് ലഭിച്ചത് 10-ാം വാക്യത്തിൽ പറയുന്നത് എന്നോടുള്ള അവന്റെ കൃപ വ്യർത്ഥമായില്ല എന്ന് പറഞ്ഞാൽ, ഈ അപ്പോസ്തോലത്വം, അപ്പോസ്തോലൻ എന്നുള്ള പദവി അലങ്കരിക്കുവാനായിട്ട് ദൈവം പൗലോസിന് കൊടുത്ത കൃപ അത് വൃഥാമായി പോകാതെ, അത് വ്യർത്ഥമായി പോകാതെ, ആ കൃപയിൽ, അതിന്റെ കൃപയുടെ മഹത്വം മനസ്സിലാക്കി പൗലോസ് ശുശ്രൂഷയിൽ തെളിഞ്ഞു എന്നുള്ള അവകാശവാദമാണ് പൗലോസോട് പറയുന്നത്. എന്നിട്ട് പറയുക, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. ഞാൻ എന്തെങ്കിലും ആയിട്ടുണ്ടെങ്കിൽ അത് ദൈവത്തിന്റെ കൃപ. ഇന്ന് ഞാൻ സംതിങ് ആണ്, ഞാൻ ആരൊക്കെയോ ആണ്, ഞാൻ എന്തൊക്കെയോ ആണ്, ഞാൻ ആരൊക്കെയോ ആയി തീർന്നു എന്നൊരു ഭാവം നമുക്കുണ്ട്. സഭയിലെ മൂപ്പനായിരിക്കുക എന്ന് പറഞ്ഞാൽ അതൊരു പദവിയാണ്. സുവിശേഷകനായിരിക്കുക എന്ന് പറഞ്ഞാൽ അതും ഞാനൊരു വലിയ ആളായി എന്നൊരു ഭാവം പലർക്കും ഉണ്ട്. ഒരു ഉപദേഷ്ടാവായി എന്ന് പറഞ്ഞാൽ ഉണ്ട്. ആ സ്ഥാനങ്ങൾക്ക് അതിൻ്റെതായ മഹത്വമുണ്ട്. മഹത്വമില്ല എന്നല്ല. ഓരോ സ്ഥാനങ്ങൾക്കും, ശുശ്രൂഷ സ്ഥാനങ്ങൾക്കും അതിൻ്റെതായ മഹത്വമുണ്ട്, പദവിയുണ്ട്, സ്ഥാനീയ മഹത്വമുണ്ട്, ഇതെല്ലാം ഉണ്ട്. എന്നാൽ ഈ ശുശ്രൂഷ ചെയ്യുന്ന വ്യക്തി, സ്ഥാനം അലങ്കരിക്കുന്ന വ്യക്തിയുടെ ഹൃദയത്തിൽ ഭരിക്കേണ്ട വിഷയം ഞാനാകുന്നത് ദൈവകൃപയാലാകുന്നു എന്ന് പറഞ്ഞാൽ, ഞാൻ ഈ സഭയിൽ മൂപ്പനായി നിൽക്കുമ്പോൾ, ഞാൻ ഈ സഭയിൽ സുവിശേഷകനായി നിൽക്കുമ്പോൾ, ഞാൻ ഈ സഭയിൽ ഒരു ഉപദേഷ്ടാവായി, ടീച്ചറായി നിൽക്കുമ്പോൾ, എന്റെ ഹൃദയത്തെ ഭരിക്കേണ്ട വിഷയം ഞാൻ ഈ സ്ഥാനത്തു നിന്ന് ശുശ്രൂഷിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്, ദൈവത്തിന്റെ കൃപയാണ്. പലപ്പോഴും ഈ കൃപയെ മാറ്റിവെച്ച് ഇത് ഞാനാണ് നിൽക്കുന്നത് എന്നുള്ള ചിന്ത വരുമ്പോൾ നമ്മൾ എടുക്കുന്ന നിലപാടുകൾ ദൈവസഭയ്ക്ക് ദോഷമുള്ളതായി തീരും. അതാണ് ഇന്ന് സഭകളിലെ ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം. നമ്മൾ വളരെ ചിന്തിക്കേണ്ട വിഷയം, ഞാൻ സഭയിൽ മൂപ്പനായിട്ട് ശുശ്രൂഷ ചെയ്യുമ്പോൾ എൻ്റെ ഹൃദയത്തെ ഭരിക്കേണ്ട വിഷയം, ഞാൻ ദൈവകൃപയിലാണ് മൂപ്പൻ ശുശ്രൂഷ ചെയ്യേണ്ടത്. ഞാൻ ദൈവകൃപയിലാണ് സുവിശേഷകനായി ശുശ്രൂഷ ചെയ്യേണ്ടത്. ഞാൻ ദൈവകൃപയിലാണ് ഉപദേഷ്ടാവായി നിൽക്കേണ്ടത്. ഒരുപക്ഷെ സൺഡേ സ്കൂൾ ടീച്ചറായിരിക്കാം, സഹോദരിമാരുടെ ടീച്ചറായിരിക്കാം, ഏത് ശുശ്രൂഷയാണെങ്കിലും അതിൽ ദൈവകൃപയിലാണ് ഞാൻ നിൽക്കുന്നത് എന്നുള്ള ബോധ്യം എനിക്ക് നഷ്ടപ്പെടുമ്പോൾ എന്നിലെ പഴയ മനുഷ്യൻ, ക്രേത്തരുടെ സ്വഭാവം, എന്താണ് ദുഷ്ടമനുഷ്യൻ, അല്ലെങ്കിൽ നമ്മുടെ പഴയ സ്വഭാവം എന്ന് നമുക്ക് പച്ച മലയാളത്തിൽ പറയാം. നമ്മൾ രക്ഷിക്കപ്പെടുമ്പോൾ അവന്റെ പഴയ മനുഷ്യനെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു എന്ന് നമ്മൾ വായിക്കുന്നു. ഇതൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട്, പക്ഷെ ഇതൊന്നും നമ്മുടെ ജീവിതവുമായിട്ട് അധികം ബന്ധപ്പെടുത്തി നമ്മൾ ചിന്തിക്കാറില്ല. നമ്മുടെ പഴയ മനുഷ്യൻ പലപ്പോഴും സഭയ്ക്കുള്ളിൽ എഴുന്നേറ്റ് വരുന്നത് കൊണ്ടാണ്, കൃപയ്ക്ക് വെളിയിലേക്ക് നാം ഇറങ്ങിപ്പോകുന്നത് കൊണ്ടാണ് സഭയ്ക്കുള്ളിൽ കലഹവും പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളും അന്യോന്യം ഇല്ലായ്മ ചെയ്യുവാനായിട്ടുള്ള വ്യഗ്രതകളും ഉണ്ടാകുന്നത്. മതസ്പർദ്ധകൾ ആളുകൾ പരസ്പരം കൊല്ലാറുണ്ട്. വിശ്വാസികളുടെ ഉള്ളിൽ സ്ഥലം സഭയിൽ അങ്ങനെ ഒരു അന്തരീക്ഷം ഉണ്ടാകുവാനായിട്ട് പാടില്ല. ഒരു വിശ്വാസി തെറ്റിലകപ്പെട്ടു പോയെങ്കിൽ അവനെ പാളയത്തിന് പുറത്താക്കുവാനല്ല കൃപാ കാലയളവിലെ പ്രമാണം. കൃപാ കാലയളവിലെ പ്രമാണം അവനെ യഥാസ്ഥാനപ്പെടുത്തുക എന്നുള്ളതാണ്. അതിനുവേണ്ടിയാണ് സഭയിൽ ദൈവം ശുശ്രൂഷകന്മാരെ ആക്കി വെച്ചിരിക്കുന്നത്. ഇത് പല ശുശ്രൂഷകന്മാർക്കും അറിയത്തില്ല, അതാണ് സത്യം. പലർക്കും ഇതൊരു സ്ഥാനീയ പദവിയായി മാറിയിരിക്കുക. ദൈവകൃപയിലാണ് താൻ നിൽക്കുന്നത്, താൻ രക്ഷിക്കപ്പെട്ടത് ദൈവകൃപയാലാണ്, താൻ ഈ ശുശ്രൂഷ സ്ഥാനത്ത് നിയോഗിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്, താൻ ഇന്നും ഈ വിശ്വാസത്തിൽ നിൽക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു. പ്രിയമുള്ളവരെ, നമ്മളൊക്കെ ഇന്ന് വിശ്വാസികളായി ജീവിക്കുന്നത്, വിശ്വാസത്തിൽ നിലനിൽക്കുന്നത് അത് ദൈവത്തിന്റെ കൃപയാണ് എന്നുള്ള ബോധ്യം കുറഞ്ഞ പക്ഷം നമ്മളെ ഭരിക്കണം. ആ ബോധ്യം നമ്മളെ ഭരിക്കുമ്പോൾ നാം സഭയിൽ അല്ലെങ്കിൽ ആത്മീക ശുശ്രൂഷ രംഗത്ത് ഒരു നിലപാടെടുക്കുമ്പോൾ ദൈവഭയത്തിൽ ചെയ്യുവാനായിട്ട്, കാരണം ദൈവകൃപയെക്കുറിച്ച് നമുക്കൊരു ബോധ്യം ഉണ്ടാകുവാനായിട്ട് ഇടയാകും. ഇത് തന്നെയാണ് 2-ാം അധ്യായത്തിൽ വായിച്ച ദൈവകൃപ. അത് ശിക്ഷിച്ചു വളർത്തുന്നതാണ്, ശിക്ഷണം നൽകുന്നതാണ്, എന്താണ് ഡിസിപ്ലിൻ ചെയ്യുന്നതാണ്. നമ്മുടെ അഹം
ഈ നമ്മുടെ ജഡം എഴുന്നേറ്റ് വരുമ്പോൾ അതിനെ നിയന്ത്രിക്കുവാനായിട്ട് നമ്മളെ സഹായിക്കുന്ന, പ്രേരിപ്പിക്കുന്ന ഒരു ഘടകമാണ് ദൈവ കൃപയെക്കുറിച്ചുള്ള ബോധ്യം. ഇത് ഏറ്റവും അനിവാര്യമായി നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ വ്യക്തിപരമായി കാത്തു സൂക്ഷിക്കേണ്ട ഒരു വിഷയം. മറ്റ് പലരും ഈ കൃപ ഇല്ലല്ലോ കർത്താവ് എന്ന് ഭാരപ്പെടുന്നതിന് മുമ്പ്, എൻ്റെ കർത്താവ് എന്നിൽ ഈ കൃപയെക്കുറിച്ചുള്ള ബോധ്യമുണ്ടോ എന്ന് നമ്മൾ സ്വയമായി നമ്മൾ ഓരോരുത്തരും അങ്ങനെ സ്വയമായി ശോധന ചെയ്യുമ്പോൾ നമ്മുടെ സ്ഥലം സഭകൾ അനുഗ്രഹിക്കപ്പെടും. നമ്മുടെ കാഴ്ചപ്പാടുകളിൽ മാറ്റം വരും. പാപം ചെയ്യാൻ വേണ്ടി കൃപയെ ലൈസൻസ് ആയിട്ട് ഉപയോഗിക്കണം എന്നുള്ളതല്ല. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഓർത്തു, കൃപ ഒരു ശിക്ഷ, ഡിസിപ്ലിൻ ചെയ്യുന്ന ഒരു ഘടകമാണ് ദൈവകൃപ. ഈ ദൈവകൃപ നമ്മളിൽ വ്യാപരിക്കുന്നത് പരിശുദ്ധാത്മാവിനാലാണ്. അതാണ് അടുത്ത വാക്യത്തിൽ പറയുന്നത്. 6-ാം വാക്യത്തിന്റെ അവസാന ഭാഗത്തേക്ക് നമ്മൾ വരുമ്പോൾ, അവന്റെ കൃപയാൽ നീതീകരിക്കപ്പെട്ടിട്ട് പ്രത്യാശ പ്രകാരം നിത്യജീവന്റെ അവകാശികളായി തീരേണ്ടതിന് പുനർജനന സ്നാനം കൊണ്ടും നമ്മുടെ രക്ഷിതാവായ യേശു ക്രിസ്തു മൂലം നമ്മുടെ മേൽ ധാരാളമായി പകർന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. ഇതൊരു വലിയ സെന്റൻസ് ആണ്. ഒരുമിച്ച് അങ്ങ് വായിച്ചാൽ പ്രത്യേകിച്ച് ഒന്നും മനസ്സിലാകത്തില്ല. പുനർജന്മ സ്നാനം എന്ന് പറയുന്നത് വലിയ സംഭവമാണെന്ന് നമുക്ക് തോന്നിപ്പോകും. നവീകരണം എന്ന് പറഞ്ഞാൽ പുതുക്കലാണെന്ന് അറിയാം. ഇംഗ്ലീഷിൽ നമ്മൾ വായിക്കുമ്പോൾ ബൈ റീജനറേഷൻ ആൻഡ് റിന്യൂവൽ ഓഫ് ഹോളി സ്പിരിറ്റ്. ഇത് രണ്ടും ചേർത്താണ് പറഞ്ഞത്. ഇവിടെ മലയാളത്തിൽ വായിച്ചു വരുമ്പോൾ രണ്ട് വ്യത്യസ്ത ഘടകങ്ങളായിട്ടാണ് നിൽക്കുന്നത്. ഈ സ്നാനം എന്നുള്ള വിഷയം നമുക്കറിയാം, ദൈവവചനത്തിൽ പറഞ്ഞിരിക്കുന്ന ഭാഗങ്ങളിലെല്ലാം ശുദ്ധീകരണത്തോട് ബന്ധപ്പെട്ടാണ് സ്നാനം എന്നുള്ള വിഷയം നമ്മൾ വായിക്കുന്നത്. നമ്മൾ റോമാലേഖനം 6-ാം അധ്യായത്തിലേക്ക് വരുമ്പോൾ അവിടെ സ്നാനത്തെ കുറിച്ച് നമ്മൾ വായിക്കുന്നുണ്ട്. അത് ജലസ്നാനത്തോടുള്ള ബന്ധത്തിൽ, വിശ്വാസ സ്നാനത്തോടുള്ള ബന്ധത്തിൽ ആ വിഷയം പറയുന്നു. ഇതേ കാര്യം തന്നെയാണ് ഇവിടെ പറയുന്നത്. കർത്താവിൽ നാം വിശ്വാസം അർപ്പിക്കുന്ന സമയത്ത് കർത്താവിന്റെ രക്തത്താൽ നാം കഴുകി ശുദ്ധീകരിക്കപ്പെടുന്നു. അത് അതിന്റെ ഒരു തലമാണ്. മറുവശത്ത് പരിശുദ്ധാത്മാവ് സ്ഥാനീയമായി നമ്മുടെ ഹൃദയത്തിൽ വരികയും നമ്മളെ കഴുകി ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു. വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ അവളെ കഴുകി ശുദ്ധീകരിച്ചു നമ്മൾ എഫേസ്യ ലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നുണ്ട്. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഒരു ശുദ്ധീകരണം ഉണ്ടാകുന്നു. ആ ശുദ്ധീകരണം നമ്മളെ റിന്യൂവ് ചെയ്യുന്നു, നമുക്ക് വീണ്ടും ജനനത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു. 2 കൊരിന്ത്യർ 5:17 വരുമ്പോൾ ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി എന്ന് നമ്മൾ വായിക്കുന്നു. അപ്പോൾ ഈ 4-ാം വാക്യത്തിലെ ദൈവകൃപയെ ഇതിനോടൊന്ന് ചേർത്ത് ചിന്തിക്കുമ്പോൾ, ഈ ദൈവകൃപ ഒരു വ്യക്തിയുടെ മേൽ വ്യാപരിക്കുമ്പോൾ, അവൻ കർത്താവായ യേശു ക്രിസ്തുവിനെ വിശ്വസിച്ച് ഹൃദയത്തിലേക്ക് അംഗീകരിക്കുമ്പോൾ, ഈ ദൈവകൃപയുടെ അടിസ്ഥാനത്തിൽ പരിശുദ്ധാത്മാവ് ഹൃദയത്തിൽ വരികയും അവനെ കഴുകി ശുദ്ധീകരിച്ച് ഒരു പുതിയ വ്യക്തിയാക്കുകയും ചെയ്യുന്നു, ശുദ്ധീകരിക്കുന്നു. ഈ പുനർജനന സ്നാനം, വീണ്ടും ജനന സ്നാനം, അത് ഉള്ളിൽ നടക്കുന്ന ഒരു പ്രക്രിയയാണ്. നമ്മൾ ബാഹ്യമായിട്ട് എക്സ്പീരിയൻസ് ചെയ്യുന്ന ഒരു പ്രക്രിയയല്ല, നമ്മുടെ ഉള്ളിൽ നാം അനുഭവിക്കുന്ന ഒരു പ്രക്രിയ. മാനസാന്തരപ്പെട്ട ഹൃദയത്തിലേക്ക് കർത്താവിനെ നാം വിശ്വാസത്താൽ രക്ഷകനായിട്ട് അംഗീകരിക്കുമ്പോൾ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിലേക്ക് വരികയും നമ്മളെ കഴുകി വെടിപ്പാക്കി ശുദ്ധീകരിക്കുകയും ചെയ്യുന്നു എന്നുള്ള പ്രക്രിയയാണ് ഇവിടെ പുനർജനന സ്നാനം എന്ന് പറയുന്നത്. ആ വീണ്ടും ജനന അനുഭവത്തിൽ പുതുക്കത്തിൽ നടക്കുവാനായിട്ടും പരിശുദ്ധാത്മാവ് നമ്മളെ സഹായിക്കുന്നു. ഈ 2 കാര്യങ്ങൾ ചേർന്നാണ് ദൈവകൃപ നമ്മിൽ വ്യാപരിക്കുന്നു എന്ന് പറയുന്നത്. എന്ന് പറഞ്ഞാൽ ഈ പരിശുദ്ധാത്മ പ്രവർത്തനം നമ്മുടെ ഹൃദയത്തിൽ നടക്കുമ്പോഴാണ് ദൈവകൃപയിൽ പ്രവർത്തന നിരതരായിട്ട് നാം ആയിത്തീരുന്നത്. നമ്മുടെ ജീവിതത്തിൽ തെറ്റ് വരുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ ഈ നവീകരണം നടക്കും. അവിടെ വീണ്ടും സ്നാനം നടക്കുകയല്ല, റിന്യൂവലാണ് നടക്കുന്നത്. കഴുകി ശുദ്ധീകരിക്കൽ അവിടെ ഉണ്ട്, അതോടൊപ്പം തന്നെ നമ്മളെ റിന്യൂ ചെയ്യുന്നു. ഇന്ന് പലപ്പോഴും ഈ റിന്യൂവൽ ഇല്ല, കാരണം നമ്മൾ ദൈവകൃപയെക്കുറിച്ച് കൺസേൺഡേ അല്ല. നമുക്കിതൊരു പ്രാക്ടീസായി മാറി. ഇതിന്റെ ഗൗരവം നമ്മൾ മനസ്സിലാക്കാറില്ല. പലപ്പോഴും നമ്മൾ ചെയ്യുന്ന തെറ്റുകൾ, നമ്മൾ പറയുന്ന വാക്കുകൾ, നമ്മളുടെ പ്രവൃത്തികൾ, അതിന്റെ കോൺസിക്വൻസസ്, അത് മറ്റുള്ളവരെ എങ്ങനെ ബാധിക്കുന്നു, അവരുടെ ആത്മീയ ജീവിതത്തെ എങ്ങനെ ബാധിക്കുന്നു, അത് കർത്താവിനോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കുന്നു, അത് സഭയോടുള്ള ബന്ധത്തിൽ എങ്ങനെയായിരിക്കുന്നു, ദൈവനാമ മഹത്വത്തോടുള്ള ബന്ധത്തിൽ എൻ്റെ ഈ വാക്കോ പ്രവൃത്തി എങ്ങനെയായിരിക്കുന്നു എന്ന് നമ്മൾ പലപ്പോഴും കൺസേൺഡ് അല്ല. അപ്പൊ അതുകൊണ്ട് നമുക്കിതൊന്നും വലിയ ഗൗരവമുള്ള വിഷയമല്ല. പക്ഷെ ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് പറയുകയാണ്, ദൈവകൃപ നമ്മളിൽ വ്യാപരിക്കുമ്പോൾ അത് നിത്യജീവന്റെ അവകാശമായി നമുക്ക് തീരേണ്ടതിനു വേണ്ടി പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ പുനർജനന സ്നാനം, നമ്മുടെ ഹൃദയത്തെ കഴുകി ശുദ്ധീകരിച്ച് നീതീകരണത്തിന്റെ അനുഭവത്തിലേക്ക് കൊണ്ടുവരുന്നു എന്നാണ് പറയുന്നത്. അവന്റെ കൃപയാൽ നീതീകരിക്കും. നമ്മൾ ആദ്യമായി ഇത് റോമാലേഖനം 5-ാം അധ്യായത്തിൽ വായിക്കുന്നത് വിശ്വാസത്താൽ നീതീകരിക്കപ്പെട്ടിട്ടെന്നാണ്. ഇവിടെ പറയുകയാണ് കൃപയാൽ നീതീകരിക്കപ്പെട്ട്. വിശ്വാസത്താലാണ് നീതീകരണം, കൃപയാലുമാണ് നീതീകരണം. കൃപയാലുള്ള ആ ദൈവകൃപയിൽ നാം ആശ്രയിക്കുമ്പോഴാണ്
വിശ്വാസത്താലുള്ള നീതീകരണം നമുക്ക് സാധ്യമാകുന്നത്. നാം രക്ഷിക്കപ്പെട്ടു, വിശ്വസിച്ചു, അതുകൊണ്ട് ഇനി ഒരു പ്രശ്നമില്ല എന്ന് ചിന്തിക്കുന്നതാണ് നമുക്ക് പറ്റുന്ന പരാജയം. അതുകൊണ്ട് ഇവിടെ ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്, പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ അനുദിന ജീവിതത്തിൽ ശുദ്ധീകരണത്തിനായിട്ട്, കഴുകി വെടിപ്പാക്കുവാനായിട്ട് പരിശുദ്ധാത്മാവിനെ നമ്മുടെ ഹൃദയത്തിൽ തന്നിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാണ്. ആ ദൈവത്തിന്റെ കൃപയിൽ നാം ആശ്രയിക്കുമ്പോൾ നമുക്ക് നവീകരണം ഉണ്ടാകും. നമ്മൾ വായിക്കുന്ന പരിശുദ്ധാത്മാവിന്റെ നവീകരണം കൊണ്ടും തന്നെ. അപ്പോൾ രക്ഷയുടെ അനുഭവത്തിൽ ജീവിക്കുക, രക്ഷയുടെ ബോധ്യത്തിൽ ജീവിക്കുക എന്നീ രണ്ട് ഘടകങ്ങളാണ് പ്രധാനമായിട്ടും വിശ്വാസികളിൽ നിന്ന് ദൈവത്തിന്റെ ആത്മാവ് ആഗ്രഹിക്കുന്ന വിഷയം. നമ്മൾ പ്രായോഗിക തലത്തിൽ ഈ വിഷയങ്ങൾ എങ്ങനെ കാണണമെന്നാണ് അപ്പോസ്തലൻ പൗലോസ് തീത്തോസിന് പറഞ്ഞു കൊടുക്കുന്ന വിഷയം. ഇനി നമ്മൾ അതിന്റെ 9-ാം വാക്യത്തിൽ വരുമ്പോൾ വീണ്ടും സൽപ്രവൃത്തികളിലേക്ക് വരികയാണ്. 8-ാം വാക്യം, ഈ വചനം വിശ്വാസയോഗ്യം. ഏത്? ദൈവകൃപയാൽ പരിശുദ്ധാത്മ സ്നാനം അല്ലെങ്കിൽ പുനർജനന സ്നാനം കൊണ്ടും പരിശുദ്ധാത്മാവിന്റെ നവീകരണം നമ്മുടെ ഉള്ളിൽ നടക്കുന്ന പ്രക്രിയയാണിത്. കൃപയിൽ ആശ്രയിക്കുമ്പോൾ നാം സ്ഥാനീയമായിട്ട് വീണ്ടും ജനിക്കപ്പെട്ടവരായിത്തീരുന്നു. ഒരുവൻ ക്രിസ്തുവിലായാൽ അവൻ പുതിയ സൃഷ്ടിയായി. 2 കൊരിന്ത്യർ 5:17. ഇത് സ്ഥാനീയമായി നടക്കുന്ന ഒരു പ്രക്രിയയാണ്. എന്നാൽ അനുദിന ജീവിതത്തിൽ, ശുശ്രൂഷകന്മാരുടെയും വിശ്വാസികളുടെയും ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ ദൈവകൃപയിൽ ആശ്രയിക്കുമ്പോൾ നടക്കുന്ന മറ്റൊരു പ്രക്രിയയാണ്, കണ്ടിന്യൂസ് പ്രക്രിയയാണ് ഈ വിഷയം. പരിശുദ്ധാത്മാവിനാൽ നമ്മുടെ ഹൃദയത്തിൽ നടക്കുന്ന ശുദ്ധീകരണ പ്രക്രിയ അല്ലെങ്കിൽ കഴുകൽ ശുശ്രൂഷ. ഇതിന് നമ്മൾ വിധേയപ്പെട്ടു കൊടുക്കണം, ദൈവകൃപയിൽ ആശ്രയിക്കണം. അപ്പോഴാണ് ഉള്ളിൽ ഈ കഴുകപ്പെടൽ നടക്കുകയുള്ളൂ. ഈ കഴുകൽപ്പെടൽ നടക്കുമ്പോഴാണ് ദൈവകൃപ നമ്മളിൽ വ്യാപരിക്കുന്നത്. ആ കഴുകപ്പെടൽ നമ്മൾക്ക് ബോധ്യപ്പെടുമ്പോഴാണ് പൗലോസ് പറഞ്ഞതുപോലെ, ഞാൻ ആകുന്നത് കൃപയാലാകുന്നു, എൻ്റെ കഴിവ് കൊണ്ടല്ല, എൻ്റെ സാമർഥ്യം കൊണ്ടല്ല, ഞാൻ കൃപയാലാണ് സഭാ ശുശ്രൂഷകനായിരിക്കുന്നത്, ഞാൻ കൃപയാലാണ് മൂപ്പനായിരിക്കുന്നത്, ഞാൻ കൃപയാലാണ് സുവിശേഷകനായിരിക്കുന്നത്, ഞാൻ കൃപയാലാണ് സഭയിൽ ഒരു വിശ്വാസിയായിരിക്കുന്നത്, ഇന്ന് ശുശ്രൂഷ ചെയ്യുന്നത് എന്ന് പറയുവാനായിട്ട് ഒരു വിശ്വാസിക്ക് കഴിയണമെങ്കിൽ ഈ പരിശുദ്ധാത്മാവിനാലുള്ള കഴുകപ്പെടൽ അനുദിന ജീവിതത്തിൽ നടക്കണം. ഈ പരിശുദ്ധാത്മാവിനുള്ള കഴുകപ്പെടൽ എങ്ങനെയാണ് നടക്കുന്നത്? വചനത്താലാണ്. നമ്മൾ എഫെസ്യർ ലേഖനം 5-ാം വചനത്തോടു കൂടിയ ജലസ്നാനത്താൽ. വചനത്തിൽ പിടിച്ച്, ബൈബിളിൽ പിടിച്ച് മുക്കാന്നല്ലോ അതിന്റെ ആശയം. വചനം, ദൈവവചനം നാം പഠിക്കുമ്പോൾ നമ്മുടെ ഹൃദയത്തിൽ പരിശുദ്ധാത്മാവ് മുഖാന്തരം ഒരു ശുദ്ധീകരണം, ഇരുവായ്ത്തലയുള്ള വാളായിരിക്കുന്ന ദൈവവചനം നമ്മുടെ ഹൃദയത്തിലേക്ക് കടന്നു ചെല്ലുമ്പോൾ, അന്തരിന്ദ്രിയങ്ങളെ ശോധന ചെയ്ത് വെട്ടിമുറിച്ച് കുറവുകളെ ചൂണ്ടിക്കാണിക്കുമ്പോൾ, ആ കുറവുകളെ കാണുന്ന നിമിഷത്തിൽ ഒരു വിശ്വാസി ദൈവകൃപയ്ക്ക് മുമ്പാകെ കീഴ്പ്പെടുന്നു എങ്കിൽ അവന്റെ ഹൃദയത്തിൽ ശുദ്ധീകരണം നടക്കും. ഇന്ന് പലപ്പോഴും മുറിവുണ്ടാകും, കാണുകയും ചെയ്യും, പക്ഷെ കൃപയ്ക്ക് വിധേയപ്പെടാത്തത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാറ്റവുമില്ല. പല വിശ്വാസികളുടെയും ജീവിതം അവർ രക്ഷിക്കപ്പെടുന്നതിന് മുമ്പുണ്ടായിരുന്നതിലും അത് പതിച്ച നിലയിലാണ്. പല വിശ്വാസികളുടെയും ജീവിതം ലോകത്തിലെ മറ്റു മനുഷ്യരെക്കാട്ടിലും അധപ്പതിച്ച നിലയിലാണ്. കാരണം എന്താണെന്ന് അറിയോ? ഈ ദൈവവചനം ഉള്ളിൽ ചെല്ലുമ്പോൾ, ക്രിയ ചെയ്യുമ്പോൾ ഇവർക്കുള്ളിൽ ഉണ്ടാകുന്ന റിയാക്ഷൻ ദൈവകൃപയ്ക്ക് വിധേയപ്പെടുക എന്നുള്ളതല്ല. ദൈവവചനം സംസാരിച്ച പ്രവാചകന്മാർ, പഴയ നിയമകാലത്ത് തന്നെ സംഭവിച്ചുകൊണ്ട് പ്രവാചകന്മാർ പാപങ്ങളെയും കുറവുകളെയും ബോധ്യപ്പെടുത്തുമ്പോൾ അവരെ കഴുത്തുവെട്ടി കൊല്ലുകയും പൊട്ടക്കിണറ്റിലിടുകയും ഒക്കെ ചെയ്തു, ക്രൂരമായി ഉപദ്രവിച്ചു. അതേ സിസ്റ്റം നമ്മുടെ ഹൃദയത്തിൽ നമ്മൾ ശാരീരികമായി ഉപദ്രവിക്കാറില്ലെങ്കിലും ആത്മീകമായും മാനസികമായും നമ്മൾ ശുശ്രൂഷകന്മാരെ, വചനം ശുശ്രൂഷിക്കുന്നവരെ ഉപദ്രവിക്കുന്ന ഒരു സംവിധാനത്തിലേക്ക് വരുന്നത് കൊണ്ട് നമ്മുടെ ജീവിതത്തിൽ ഒരു മാനസാന്തരവും ഒരു പുതുക്കവും ഒരു കഴുകപ്പെടലും ഉണ്ടാകുന്നില്ല എന്നുള്ളതാണ് പരമാർത്ഥം. എന്നാൽ ദൈവവചനം കേൾക്കുമ്പോൾ അതിൻ പ്രകാരം തന്നെ ജീവിതം ക്രമീകരിക്കുന്ന അനുഗ്രഹീതരായ വിശ്വാസികളുണ്ട്. അവരുടെ ജീവിതത്തിൽ നമുക്കത് കാണുവാനും സാധിക്കും. ഇതിൽ ഏത് കാറ്റഗറിയിലാണ് ഞാൻ ഉൾപ്പെട്ട് നിൽക്കുന്നതെന്ന് നമ്മൾ വ്യക്തിപരമായി ശോധന ചെയ്യുവാനായിട്ട് ആവശ്യമുണ്ട്. ഇങ്ങനെ ദൈവകൃപയിൽ ആശ്രയിക്കുന്ന വിശ്വാസികൾക്ക് ദൈവകൃപ പ്രകാരം ഒരു ശുദ്ധീകരണം നടക്കുന്നുണ്ട് എന്നത് വിശ്വാസം. ഈ വചനം വിശ്വാസയോഗ്യം. 8-ാം വാക്യത്തിൽ അങ്ങനെയാണ് പറയുന്നത്. പരിശുദ്ധാത്മാവ് ആ വ്യക്തിയുടെ ജീവിതത്തിൽ, അനുദിന ജീവിതത്തിൽ നവീകരണം, റിന്യൂവൽ കൊണ്ടുവരുന്നു. അനുദിന ജീവിതത്തിൽ ഓരോ നിമിഷങ്ങളിലും ആത്മീക പുതുക്കം കൊണ്ടുവരുന്നു എന്നുള്ളത് തീത്തോസിനെ പൗലോസ് ഓർപ്പിക്കുകയാണ്. ഇനി അതിന്റെ 8-ന്റെ 2-ാം ഭാഗത്തിൽ വരുമ്പോൾ, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് ഇത് നീ ഉറപ്പിച്ചു പറയണം. എന്താണ് അതിന്റെ ഏറ്റവും ലളിതമായ ആശയം എന്ന് പറഞ്ഞാൽ, വിശ്വാസികൾ തങ്ങളുടെ ജീവിതം ദൈവകൃപയിൽ ആശ്രയിച്ച് മാതൃകയുള്ളതായി സൽപ്രവൃത്തികളിൽ ശുഷ്കാന്തി. സൽപ്രവൃത്തി എന്ന് പറഞ്ഞാൽ വിശ്വാസ ജീവിതം
ദൈവവചനപ്രകാരം അധികാരികളെ അനുസരിക്കുന്നതിലും മാതാപിതാക്കളെ അനുസരിക്കുന്നതിലും സഭയിൽ മുതിർന്നവരെ മാനിക്കുന്നതിലും ശുശ്രൂഷകന്മാരെ മാനിക്കുന്നതിലും എന്ന് വേണ്ട ദൈവവചനത്തിൽ വെച്ചിരിക്കുന്ന വ്യവസ്ഥിതികളെ നാം അനുസരിക്കുന്നതാണ് സൽപ്രവൃത്തി. നമ്മൾ പലപ്പോഴും സൽപ്രവൃത്തി ആർക്കെങ്കിലും ദാനധർമ്മം കൊടുക്കുന്നതാ, അതല്ല. അധികാരികളെ അനുസരിക്കുന്ന, ഈ ലോകത്തിന്റെ അധികാരികളെ അനുസരിക്കുന്നത് ഉൾപ്പെടെ, സഭയിലെ ശുശ്രൂഷകന്മാരെ അനുസരിക്കുന്നത് ഉൾപ്പെടെ, സഭയിലെ വിശ്വാസികളെ സ്നേഹിക്കുന്നത് ഉൾപ്പെടെ, മാതൃകാ ജീവിതം നയിക്കുന്നത് ഉൾപ്പെടുന്ന ഈ ഒരു വിശാലമായ വിഷയങ്ങൾ ഉൾക്കൊള്ളുന്നതാണ് സൽപ്രവൃത്തി എന്ന് പറയുന്നത്. ഈ കാര്യങ്ങളിൽ ദൈവകൃപയിൽ ആശ്രയിച്ച് വിശ്വാസികൾ അനുദിന ജീവിതത്തിൽ ആത്മീക പുതുക്കത്തിലായിരിക്കുവാൻ നീ അവരെ ഉത്സാഹിപ്പിക്കുകയും ഉറപ്പിച്ച് പറയുകയും വേണമെന്ന് തീത്തോസിനെ ഓർപ്പിക്കുന്നു. അതിന്റെ അവസാന ഭാഗം, ഇത് ശുഭവും മനുഷ്യർക്ക് ഉപകാരവുമാകുന്നു. ഏത്? മനുഷ്യർക്ക് പ്രയോജനമായിരിക്കുന്ന ഒരു കാര്യം സൽപ്രവൃത്തികളിൽ ഉത്സാഹികൾ എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ക്രിസ്തുവിനെ വെളിപ്പെടുത്തുന്ന അനുഗ്രഹീത ജീവിതം. നാം ലോക നിയമങ്ങളെ മാനിക്കുമ്പോൾ, നാം സഭയിലെ ശുശ്രൂഷകന്മാരെ ആദരിക്കുമ്പോൾ, വിശ്വാസികളെ സ്നേഹിക്കുമ്പോൾ, വിശ്വാസികളെ മാനിക്കുമ്പോൾ, ലോകത്തിന് മുമ്പിൽ, സഭയ്ക്ക് മുമ്പിൽ അത് ശുഭകരമാണ്, ദൈവനാമത്തിന് മഹത്വമാണ് എന്ന് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുകയാണ്. ഇനി നമ്മൾ 9-ാം വാക്യത്തിലേക്ക് വരുമ്പോൾ ദുരുപദേഷ്ടകന്മാരെ കുറിച്ചാണ് അവിടെ പറയുന്നത്. ഈ ഇടയലേഖനങ്ങളിൽ, തീത്തോസിന്റെ ലേഖനത്തിലും തിമോഥെയോസിന്റെ ലേഖനത്തിലും സഭയിൽ ശുശ്രൂഷകന്മാർ എങ്ങനെയായിരിക്കണം എന്നതാണ് പ്രധാന വിഷയമെങ്കിലും അതിനുള്ളിൽ കടന്നു വരുന്ന പുഴുക്കുത്തുകളെ കുറിച്ചും പറയുന്നുണ്ട്. പുഴുക്കുത്ത് എന്ന് പറഞ്ഞാൽ സഭയ്ക്കുള്ളിൽ കളങ്കമുണ്ടാക്കുന്ന ഉപദേശ പിശകുകൾ. പലപ്പോഴും നമുക്കിതിനെ തിരിച്ചറിയാൻ പാടാണ്. തിരിച്ചറിഞ്ഞാലും നമുക്ക് അതിനോട് അകന്നു നിൽക്കാനും ബുദ്ധിമുട്ടാണ്. എന്നാൽ ഏറ്റവും ലളിതമായ നിലയിലാണ് ഇവിടെ പറയുന്നത്. ഇവിടെ 9-ാം വാക്യത്തിൽ വായിക്കുമ്പോൾ മൗഢ്യ തർക്കവും, അതായത് മൂഢന്മാരുടെ തർക്കം, ഒരർത്ഥമില്ലാത്ത തർക്കങ്ങൾ, വാദപ്രതിവാദങ്ങൾ വിഷയസംബന്ധമായി ഉണ്ടാകും. അത് ബൈബിൾ എടുത്തു വെച്ചിട്ട് വിഷയം സംസാരിക്കും, പക്ഷെ ബൈബിളിന് വെളിയിൽ മാനുഷിക യുക്തിപ്രകാരമായിരിക്കും വിഷയങ്ങൾ ചർച്ച ചെയ്യുന്നു. അപ്പൊ അത് അങ്ങനെയുള്ള വാഗ്വാദങ്ങള്. പിന്നെ വംശാവലി, ഇത് യഹൂദന്മാരോടുള്ള ബന്ധത്തിലാണ്. പാരമ്പര്യം, വംശാവലി പ്രകാരമുള്ള വിഷയങ്ങളും കലഹങ്ങള്, അത് വിവിധ ജാതികളിൽ നിന്നുള്ളവര് സഭയിൽ കടന്നു വരുമ്പോൾ ജാതീയ കോലാഹലങ്ങൾ സഭയ്ക്കുള്ളിൽ ഉണ്ടാകുന്നു. അത് അക്കാലത്തും ഉണ്ട്, ഇക്കാലത്തും ഉണ്ട്. സ്വാഭാവികം, മാനുഷികമാ. എന്നാൽ അങ്ങനെ പാടില്ല. എന്നാൽ ആ കലഹത്തിന് വളം വെച്ചു കൊടുക്കുന്ന ചില ബിരുദന്മാർ ഈ സഭയ്ക്കുള്ളിലുണ്ട്. അതാണ് ഇവിടുത്തെ പ്രധാന വ്യക്തികൾ. ന്യായപ്രമാണത്തെ കുറിച്ചുള്ള വാദവും ഒഴിഞ്ഞു നിൽക്കുക. അപ്പൊ ന്യായപ്രമാണം കൂടി ജീവിതത്തിൽ പാലിക്കണം എന്ന ഉപദേശമായിട്ട് വരുന്നുണ്ട്. ഈ വിധ വിഷയങ്ങളിൽ തീത്തോസ് നീ വെറുതെ പോയി തലയിടരുത്. ഇതൊരു പ്രയോജനവുമില്ലാത്ത വാദങ്ങളാണ്. നീ ഫോക്കസ് ചെയ്യേണ്ട വിഷയം സഭയ്ക്കുള്ള പ്രമാണമായിരിക്കുന്ന ദൈവകൃപയാലുള്ള രക്ഷ, അതിൻ പ്രകാരമുള്ള സഭാ പരിപാലനം, സഭാ നടത്തിപ്പ്, ആത്മീക വർധന, ഈ വിഷയങ്ങളായിരിക്കണം നിന്റെ ഫോക്കസ്. നീ വൃഥ ആലാപനങ്ങൾക്ക് പിന്നാലെ പോകാതെ എന്ത് ചെയ്യണം? എന്നിട്ട് പറയുകയാണ്, ഇവ നിഷ്പ്രയോജനവും വ്യർത്ഥവുമല്ല. ഒരു പ്രയോജനവും ഇല്ലാത്ത വാദങ്ങളാണ് ഇത്. ആർക്കും ഒരു പ്രയോജനവും അതുകൊണ്ടുണ്ടാകുന്നില്ല. പലരുടെയും വിശ്വാസ ജീവിതം മടുത്തു പോകുന്നേ ഉള്ളൂ. ഞാൻ ഇതിപ്പോ പലപ്പോഴും ഓർപ്പിച്ചു, ഇന്ന് ഉപദേശ വിഷയങ്ങളൊക്കെ ഭയങ്കര സംവാദങ്ങൾ, വേദികളൊക്കെ ഉണ്ടാക്കി നടത്താറുണ്ട്. യൂട്യൂബ് ചാനലുകളിൽ ബ്രോഡ്കാസ്റ്റ് ചെയ്യാറുണ്ട്. പക്ഷെ അതുകൊണ്ട് സംഭവിക്കുന്ന വിഷയം, ദുരുപദേഷ്ടാവ് ഒരിക്കലും നന്നാകുന്നുമില്ല. ഈ സത്യോപദേശത്തിൽ പോയി സംസാരിക്കുന്ന വ്യക്തി വേണ്ടത്ര പ്രിപ്പറേഷൻ ഇല്ലാത്തതുകൊണ്ട്, അല്ലെങ്കിൽ ദുരുപദേഷ്ടാവിന്റെ തന്ത്രങ്ങളോട് എതിർത്ത് നിൽക്കാൻ കഴിയാത്തതുകൊണ്ട് തോറ്റുപോവുകയും ഇത് കണ്ടിരിക്കുന്ന വിശ്വാസിയുടെ ജീവിതത്തിൽ, വിശ്വാസ ജീവിതത്തിൽ വലഞ്ഞു പോവുകയും ചെയ്യും. ഇങ്ങനെ ഒരു സാഹചര്യം ഉണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്, ദുരുപദേഷ്ടാക്കന്മാർക്ക് കാതു കൊടുത്ത് അവരെ തർക്കിച്ച് തോൽപ്പിക്കാമെന്ന് വിചാരിച്ച് നീ വെറുതെ നിന്റെ സമയം പാഴാക്കരുത്. ഒരു പ്രയോജനവുമില്ലാത്ത ഒരു വിഷയമാണ്. ഇനി അടുത്തത്, സഭയിൽ ഭിന്നത വരുത്തുന്ന മനുഷ്യനോട് 1-2 വട്ടം ബുദ്ധി പറഞ്ഞ ശേഷം അവനെ റിജക്റ്റ് ചെയ്യുക. ഇംഗ്ലീഷിൽ റിജക്റ്റ് ചെയ്യുക, മലയാളത്തിൽ ഒഴിക്കുക എന്ന് പറഞ്ഞു, ഒഴിവാക്കുക എന്ന് പറയുന്നു. 2 ആശയം അതിനുണ്ട്. സഭയിൽ നിന്ന് ഒഴിക്കാവുന്ന ആശയമുണ്ട്, ഈ വിഷയമായിട്ട് സംസാരിക്കാതിരിക്കാവുന്ന ആശയമുണ്ട്. അത് പ്രായോഗികമായി കർത്താവിന്റെ കൃപയിൽ ആശ്രയിച്ച് നാം ചെയ്യേണ്ട വിഷയങ്ങൾക്ക് അനുസൃതമായി ചെയ്യേണ്ട ഒരു വിഷയമാണ്. അടിസ്ഥാനപരമായിരിക്കുന്ന ഉപദേശങ്ങളുള്ള വിഷയമാണെങ്കിൽ അവിടെ പറയുന്നത് 1-2 വട്ടം ആ മനുഷ്യനെ ബുദ്ധി ഉപദേശിക്കണം. തെറ്റായ കാര്യം പഠിപ്പിക്കുന്ന ഒരു വ്യക്തിയോട് വചനപ്രകാരം ഇത് ശരിയാ, ഇത് തെറ്റാണ്, ഇതാണ് ശരിയെന്ന് പറഞ്ഞു കൊടുക്കുക 1-2 വട്ടം. അത് മത്തായി സുവിശേഷം 18-ാം അധ്യായത്തിൽ നമ്മൾ വായിക്കുന്ന ഒരു വിഷയമാണ്. ഒരു സഹോദരൻ തെറ്റ് ചെയ്ത് കഴിഞ്ഞാൽ 1-2 വട്ടം നീ അവരുടെ അടുക്കൽ ചെല്ലണം, എന്നിട്ട് വേണം അവനെതിരെ ശിക്ഷണമായിട്ട് എടുക്കാൻ. അപ്പോൾ ഇവിടെ പറയുന്നു 1-2 വട്ടം അവനെ ഉപദേശിക്കുക, എന്നിട്ട് ഒഴിക്കുക, റിജക്റ്റ് ചെയ്തേക്കുക. അവന്റെ പിന്നാലെ പിന്നെ പോകേണ്ട ആവശ്യമില്ല. എന്നിട്ട് കാരണം എന്താ? അടുത്ത വാക്യം പറയുന്നുണ്ട്,
ഇങ്ങനെയുള്ളവർ വക്രബുദ്ധികളായി പാപം ചെയ്ത് തന്നെത്താൻ കുറ്റം വിധിച്ചിരിക്കുന്നു എന്ന് അറിയുന്നുവല്ലോ. എന്ന് പറഞ്ഞാൽ ഇവര് സത്യം അറിയാവുന്നവരാണെങ്കിലും സത്യത്തിന് എതിരെ നിൽക്കുന്ന വക്രബുദ്ധികളാണ്. വക്രബുദ്ധി എന്ന് പറഞ്ഞാൽ കുരുട്ടുബുദ്ധികൾ നമുക്ക് വേണേൽ പറയാം. ഇവര് സത്യം അറിയാം, പക്ഷെ ഒരിക്കലും സത്യം അംഗീകരിക്കുവാനായിട്ട് ഇവർക്ക് മനസ്സില്ല എന്നുള്ളതാണ് ഇവരുടെ പ്രശ്നം. ഇങ്ങനെയുള്ളവരെ തിരുത്തുവാനായിട്ട് സാധിക്കത്തില്ല. അതിനുവേണ്ടി സമയം വേസ്റ്റ് ആക്കരുത്. പക്ഷെ നമ്മൾ എന്ത് ചെയ്യണം? ഇങ്ങനെയുള്ളവർ പ്രൊമോട്ട് ചെയ്യുന്ന ഉപദേശം അത് ദുരുപദേശമാണ്, അത് തെറ്റാണെന്ന് വചനപ്രകാരം അവരെ ബോധ്യപ്പെടുത്തണം, സഭയിലും അത് അറിയിക്കണം. അതാണ് ശുശ്രൂഷകന്മാരുടെ ഉത്തരവാദിത്വം. ഈ ഉത്തരവാദിത്വം ആർക്ക് കൊടുത്തിരിക്കുന്നു? സഭയിലെ മൂപ്പന്മാർക്ക് കൊടുത്തിരിക്കുന്നു. ഇതാണ് ഈ ഇടയലേഖനങ്ങളുടെ കാതലായ സന്ദേശം. ഇടയന്മാർ അല്ലെങ്കിൽ മൂപ്പന്മാരാണ് സഭയെ ഉപദേശത്തിൽ നിലനിർത്തേണ്ടത്. അവരുടെ ഉത്തരവാദിത്വമാണ്. അവര് പത്യോപദേശത്തിൽ പരിജ്ഞാനം പ്രാപിച്ചവരായിരിക്കണം. എന്നാൽ ഇവിടെ ഏറ്റവും 3-ാം അധ്യായം അവസാനിപ്പിക്കുമ്പോൾ, ഇടയലേഖനങ്ങളുടെ അവസാന ഭാഗത്തേക്ക് വരുമ്പോൾ, ദൈവകൃപ എന്നുള്ള വിഷയത്തെ ഫോക്കസ് ചെയ്തുകൊണ്ട് പൗലോസ് അപ്പോസ്തലൻ തീത്തോസിനോട് പറയുകയാണ്, ദൈവകൃപയാലാണ് രക്ഷ പ്രാപിച്ചത്, ദൈവകൃപയാലാണ് ശുശ്രൂഷകനായിരിക്കുന്നത്, ദൈവകൃപയാലാണ് നാം ഇന്ന് വിശ്വാസത്തിൽ നിൽക്കുന്നത് എന്നുള്ള ബോധ്യത്തിൽ കൃപയിൽ ആശ്രയിച്ചുകൊണ്ട് വേണം സഭാ ശുശ്രൂഷകൾ ചെയ്യുവാനായിട്ട്. ഇനി നമ്മൾ അതിന്റെ അവസാന ഭാഗം 12 മുതൽ 15 വരെയുള്ള വാക്യങ്ങളിലേക്ക് വരുമ്പോൾ, സാധാരണ പൗലോസ് ലേഖനം ചെയ്യുന്ന പോലെ ഒരു ഗ്രീറ്റിംഗ്സ് ആയിട്ട് അവസാനമായിട്ട് എല്ലാവർക്കും ഒരു നന്ദി പറയുന്ന ചില വാക്കുകളാണ്. അതിന്റെ വിശദീകരണത്തിലേക്ക് പോകുന്നില്ല. എന്നാൽ 14-ാം വാക്യത്തിൽ വരുമ്പോൾ, നമുക്കുള്ളവരും ഫലമില്ലാത്തവരാകേണ്ടതിന് അത്യാവശ്യ സംഗതികളിൽ സൽപ്രവൃത്തികൾക്ക് മുമ്പരായിരിക്കുവാനായിട്ട് പഠിക്കട്ടെ. ഇത് ഭൗതികമായി ഞാൻ മുമ്പേ പറയുന്നത് സൽപ്രവൃത്തി എന്ന് പറയുന്നത് വിശാലമായ ആശയത്തിലുമുണ്ട്, ലിമിറ്റഡ് ആശയത്തിലുമുണ്ട്, വിശ്വാസികൾക്ക് ഉപകാരം ചെയ്യുന്ന ആശയത്തിലുമുണ്ട്, ക്രിസ്തീയ ജീവിതത്തിന്റെ ആകെ ടോട്ടൽ എന്നുള്ള നിലയിലും സൽപ്രവൃത്തി എന്ന ആശയമുണ്ട്. ഇവിടെ ഈ വാക്ക് പറയുന്നത് ലിമിറ്റഡ് ആശയത്തിലാണ്. അവൾ പറയുന്നത് അത്യാവശ്യ സംഗതികളിൽ ഒരു സ്ഥലം സഭയ്ക്ക് ദൈവജനത്തിന് ആവശ്യങ്ങൾ ഉണ്ടാകുമ്പോൾ അവർക്ക് കരുതുവാനായിട്ട്, അവർക്ക് പ്രതിഫലം ലഭിക്കുവാനായിട്ട് അവരെ സൽപ്രവൃത്തികളിൽ, അതായത് മുന്നിട്ട് ആ കാര്യങ്ങൾക്ക് ഇനിഷ്യേറ്റ് ചെയ്യുവാനായിട്ട് അവരെ ഉത്സാഹിപ്പിക്കുക എന്ന് പൗലോസ് തീത്തോസിനെ ഓർപ്പിക്കുന്നു. വളരെ അനുഗ്രഹീതമായ നിലയിലാണ് പൗലോസ് അപ്പോസ്തലനിലൂടെ ദൈവാത്മാവ് ഈ വിഷയം വെളിപ്പെടുത്തിയിരിക്കുന്നത്. ഇടയലേഖനങ്ങൾ എന്നുള്ള വിഷയം നമ്മൾ ഇന്നോട് ഈ അധ്യായം കൊണ്ട് അവസാനിക്കുകയാണ്. ഇതിനകത്ത് നമ്മൾ തിമോഥെയോസിന്റെയും തീത്തോസിന്റെ ലേഖനത്തിൽ ആകെ മൊത്തം കണ്ട വിഷയങ്ങളുടെ ഒരു രത്ന ചുരുക്കം കൂടെ പറഞ്ഞ് ഈ ക്ലാസ് അങ്ങ് അവസാനിപ്പിക്കാം എന്ന് ഞാൻ താല്പര്യപ്പെടുന്നു. ഒന്നാമത്തെ വിഷയം ഇടയലേഖനം അല്ലെങ്കിൽ ഇടയന്മാർ, മൂപ്പന്മാർ, അവരാണ് കേന്ദ്ര വിഷയം. അവരെ കുറിച്ച് ദൈവത്തിന്റെ പദ്ധതി എന്ന് പറയുന്നത് സഭയെ ഉപദേശിച്ച്, പ്രബോധിപ്പിച്ച്, ശാസിച്ച്, തർജ്ജനം ചെയ്ത്, ശിക്ഷണം നടത്തി വിശുദ്ധിയുടെ മാർഗത്തിൽ വിശ്വാസികളെ വളർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ് മൂപ്പന്മാരെ കുറിച്ചുള്ള ദൈവിക പദ്ധതി. ഇവർക്ക് സഹായികളായിട്ട് സുവിശേഷകന്മാരും ഉപദേഷ്ടാക്കന്മാരും ഇവരോട് ചേർന്ന് നിൽക്കുന്നു. ഒരു സ്ഥലം സഭയിൽ മൂപ്പന്മാരുണ്ട്. ഏകമൂപ്പൻ ഭരണമല്ല, മൂപ്പന്മാരെ ദൈവമാക്കിയിട്ടുണ്ട് എന്നുള്ളതാണ് ദൈവത്തിന്റെ വ്യവസ്ഥ. രണ്ടാമത്തെ വിഷയം, അവരോട് ചേർന്ന് നിൽക്കുവാനായിട്ട് സുവിശേഷകന്മാർ സ്ഥലം സഭയിൽ എഴുന്നേൽക്കേണ്ടത് ആവശ്യമാണ്. അവരെ സഭ കരുതേണ്ടത് ആവശ്യമാണ്. അവരെ ഈ മൂപ്പന്മാരോട് ചേർന്ന് ശുശ്രൂഷയ്ക്ക് പിൻബലം കൊടുക്കുന്നവരാണ് സുവിശേഷകന്മാർ. അതുപോലെ ഉപദേഷ്ടാക്കന്മാർ, ടീച്ചിങ്ങിന് ഗിഫ്റ്റ് ഉള്ളവര് ഇവരോട് ചേർന്ന് മൂപ്പന്മാരെ ഹെൽപ്പ് ചെയ്യുന്നവർ. ഇതൊരു കൂട്ടായ പ്രവർത്തനമാണ്. എന്നാൽ ഇതിന്റെ നേതൃസ്ഥാനം അലങ്കരിക്കുന്നത് സ്ഥലം സഭയിലെ മൂപ്പന്മാരാണ്. അതുകൊണ്ട് മൂപ്പന്മാരെ മാനിക്കുവാൻ സഭയിലെ എല്ലാ വിശ്വാസികളും ബാധ്യസ്ഥരാണ്, കടപ്പെട്ടവരാണ്. എന്നാൽ മൂപ്പന്മാരുടെ ഹൃദയത്തിൽ ഭരിക്കേണ്ട വിഷയങ്ങൾ ദൈവത്തിന്റെ ആത്മാവ് ഓർമ്മപ്പെടുത്തിയിട്ടുണ്ട്. ഒന്നാമത്തെ വിഷയം അപ്പോസ്തലൻ പൗലോസ് തിമോഥെയോസിന്റെ ലേഖനത്തിലും തീത്തോസിന്റെ ലേഖനത്തിലും ഓർപ്പിച്ച വിഷയം, ഞാൻ കർത്താവിന്റെ ബോണ്ട് സെർവന്റ് ആണ്, അടിമയാണ്, ദാസനാണ്, ഞാൻ ദൈവത്തിന്റെ ദാസനാണ് എന്നുള്ള ബോധ്യം മൂപ്പന്മാരുടെ ഹൃദയത്തെ ഭരിക്കണം. തന്നിഷ്ടപ്രകാരം ദൈവസഭയെ ഭരിക്കുവാനോ നയിക്കുവാനോ ദൈവം ആഗ്രഹിക്കുന്നില്ല. നമ്മൾ മറിയെ കുറിച്ച് വായിക്കുമ്പോൾ യേശു നിന്നിൽ ഉദിക്കും എന്ന് പറയുമ്പോൾ, ജനിക്കും, നീ ഗർഭം ധരിക്കും എന്ന് പറയുമ്പോൾ മറിയ പറയുന്ന ഒരു വാക്കുണ്ട്, ഞാൻ കർത്താവിന്റെ ദാസി, കർത്താവിന്റെ ഇഷ്ടം പോലെ എനിക്ക് ഭവിക്കട്ടെ. സഭയോ പരിപാലനത്തോടുള്ള ബന്ധത്തിൽ സഭാപരിപാലനം, അതാണ് ഒരു അടിമ, ഒരു ദാസൻ എന്നുള്ള വാക്കിന്റെ ഒരു ശരിയായ പ്രയോഗം. അതാണ് എന്താണോ കർത്താവ് ഏൽപ്പിക്കാൻ ഉദ്ദേശിക്കുന്നത് അതിന് പൂർണ്ണമായി വിധേയപ്പെട്ടു കൊടുക്കുന്ന ഒരു മാനസിക തലമാണ് ആ സമർപ്പണം. ആ സമർപ്പണത്തിന്റെ റിസൾട്ടാണ് നമുക്ക് രക്ഷിതാവായി വന്ന യേശു ക്രിസ്തുവിന്റെ ജനനം.
മറിയ വിധേയപ്പെട്ടു കൊടുത്ത ആ ഒരു മനസ്സ് അത് തലമുറകൾക്ക് വലിയൊരു അനുഗ്രഹമായി. ഇന്ന് സ്ഥലം സഭയിൽ മൂപ്പനായിട്ട് ദൈവം ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കുന്നുവെങ്കിൽ, സുവിശേഷകനായിട്ട് ഒരു വ്യക്തിയെ എഴുന്നേൽപ്പിക്കുന്നുവെങ്കിൽ, ഉപദേഷ്ടാവായിട്ട് എഴുന്നേൽപ്പിക്കുന്നുവെങ്കിൽ, ആ വ്യക്തിയുടെ ഹൃദയത്തിൽ ഭരിക്കേണ്ട വിഷയം ഞാൻ ദൈവത്തിന്റെ ദാസനാണ് എന്ന ബോധ്യമുണ്ടാകണം. യജമാനന്റെ ഇഷ്ടം നിറവേറ്റുക എന്നതായിരിക്കണം ജീവിതത്തിന്റെ മുഖ്യ ലക്ഷ്യം. ആരാണോ ശുശ്രൂഷ ഏൽപ്പിച്ചത്, ആ ശുശ്രൂഷ ഏൽപ്പിച്ച വിധിപ്രകാരം ചട്ടപ്രകാരം ചെയ്യുവാനായിട്ടുള്ള ഒരു കമ്മിറ്റ്മെന്റ് മൂപ്പന്മാർക്ക് ശുശ്രൂഷകന്മാർക്ക് ഉണ്ടാകണം എന്ന ദൈവത്തിന്റെ ആഗ്രഹം ദൈവം ഓർപ്പിക്കുന്നു. രണ്ടാമത്തെ വിഷയം, മൂപ്പന്മാർ ഉൾപ്പെടുന്ന സഭാ ശുശ്രൂഷകർ അവർ ദൈവത്തിന്റെ ഗൃഹവിചാരകന്മാരാണ്. നമ്മുടെ തീത്തോസിന്റെ ലേഖനം 1-ാം അധ്യായം അതിന്റെ 6-ാം വാക്യത്തിൽ നമ്മൾ ആ വിഷയം വായിക്കുന്നുണ്ട്. അധ്യക്ഷൻ ദൈവത്തിന്റെ ഗൃഹവിചാരകനാകിയാൽ അനിന്യനായിരിക്കണം. ഒന്നാമതായിട്ട് ദാസ മനോഭാവം. സഭയുടെ ദാസനല്ല, അത് ഓർക്കേണ്ട ആവശ്യമാണ്. മൂപ്പന്മാർ സഭയുടെ ദാസനല്ല, സുവിശേഷകന്മാരും സഭയുടെ ദാസനല്ല, ഉപദേഷ്ടകന്മാരും സഭയുടെ ദാസനല്ല. വചനപ്രകാരം ഇന്ന് പലരും സുവിശേഷന്മാർക്ക് സഭയുടെ ദാസനാണെന്നാണ്. അങ്ങനെയല്ല, കർത്താവിന്റെ ദാസനാണ്, ദൈവത്തിന്റെ ദാസനാണ്. ദൈവവചനപ്രകാരമാണ് മൂപ്പന്മാരും സുവിശേഷകനും ഉപദേഷ്ടകന്മാരും അടങ്ങുന്ന ശുശ്രൂഷകന്മാർ പോകേണ്ടത്. അവർ ദൈവത്തിന്റെ ദാസന്മാരാണ്. ആ ബോധ്യം സഭയ്ക്കുണ്ടാകണം, ആ ബോധ്യം ശുശ്രൂഷകന്മാർക്കുണ്ടാകണം. തങ്ങൾ ദൈവത്തിന്റെ ദാസന്മാരാണ് എന്നുള്ള ബോധ്യം. രണ്ടാമതായിട്ട് അവർ ദൈവസഭയുടെ ഗൃഹവിചാരകന്മാരാണ്. ഗൃഹവിചാരകന്മാരിൽ ദൈവം ആഗ്രഹിക്കുന്നതോ അവർ വിശ്വസ്തരായിരിക്കണം. 1 കൊരിന്ത്യർ 4:1 അവർ വിശ്വസ്തരായിരിക്കണം. അല്ലെന്ന അടിസ്ഥാന വിഷയം എന്ന് പറയുന്നത് അവരുടെ ജീവിതം മാതൃകയുള്ളതായിരിക്കണം എന്ന് പറഞ്ഞാൽ സാക്ഷ്യമുള്ളതായിരിക്കണം, അനുകരിക്കുവാൻ തക്കതായി. പൗലോസ് പറയും, നിങ്ങൾ എന്നെ കണ്ടുപഠിക്കാൻ. അതുപോലെ പറയുവാനായിട്ട് കഴിയുന്ന ഒരു ആത്മീക സമർപ്പണവും ഒരു ജീവിത ക്രമീകരണവും ഉള്ള വ്യക്തികളായിരിക്കണം മൂപ്പന്മാരും സുവിശേഷകന്മാരും ഉപദേഷ്ടാക്കന്മാരും. ഇത് വളരെ കഠിനമായ പ്രയത്നം ആവശ്യമുള്ള ഒരു വിഷയം. ഇത് മൂപ്പനായി കഴിയുമ്പോൾ ഉടനെ 100% പെർഫെക്റ്റ് ആകത്തില്ല. ഈ മൂപ്പനാകുന്നതിലേക്ക് ഒരു പ്രോസസ് ഉണ്ട്. പല ട്രെയിനിങ്ങിലൂടെയാണ് താൻ ഒരു മൂപ്പൻ സ്ഥാനത്തേക്ക് വരുന്നത്. ഒരു ആത്മീക പക്വതയും പരിജ്ഞാനവും വചനനിശ്ചയവും ഒക്കെ പ്രാപിച്ചിട്ട് വേണം ആ സ്ഥാനം അലങ്കരിക്കാൻ. സുവിശേഷന്മാർക്ക് അത് ആവശ്യമാണ്, ഉപദേഷ്ടകന്മാർക്കും അത് ആവശ്യമാണ്. ആത്മീക പക്വതയും പരിജ്ഞാനവും പ്രാപിച്ച് ശുശ്രൂഷ സ്ഥാനത്തേക്ക് ദൈവനിയോഗിതരായി വരുമ്പോൾ ആ വ്യക്തി ആ സഭയ്ക്ക് എന്നും ഒരു അനുഗ്രഹമായിരിക്കും. ഗൃഹവിചാരകന്മാരാണ് എന്ന് പറഞ്ഞാൽ സഭയെ വിചാരകത്വം ചെയ്യുവാൻ, കരുതുവാൻ. ഒരു വീട്ടിലെ അപ്പന്റെ ഉത്തരവാദിത്വം മക്കളെ കരുതുക, ഭാര്യയെ കരുതുക എന്ന് പറയുന്നത് പോലെ, ആ കുടുംബത്തിന്റെ എല്ലാ ആവശ്യങ്ങളും നിറവേറ്റി കൊടുക്കുക എന്ന് പറയുന്നത് പോലെ, ഒരു വീടിന്റെ എല്ലാ ചുമതലകളും വഹിക്കുക എന്ന് പറയുന്നത് പോലെ, സ്ഥലം സഭയുടെ ഗൃഹവിചാരകത്വം നടത്തുവാൻ ദൈവം നിയോഗിക്കുന്ന വ്യക്തികളാണ് മൂപ്പന്മാർ. അതുകൊണ്ട് മൂപ്പസ്ഥാനം ആഗ്രഹിക്കുന്നവർ, മൂപ്പസ്ഥാനം അലങ്കരിക്കുന്നവർ ഈ വിഷയം ഹൃദയത്തിൽ കുറിക്കൊള്ളുവാനായിട്ട് ആവശ്യമുണ്ട്. ഞാൻ ദൈവസഭയുടെ ഗൃഹവിചാരകനാണ്, അതുകൊണ്ട് എനിക്ക് ഭാരിച്ച ഉത്തരവാദിത്വമാണ്. ഏറ്റവും പ്രധാനപ്പെട്ട വിഷയം അതാണ്. ഞാൻ മൂന്നാമത്തെ വിഷയം, ഒന്നാമത്തെ വിഷയം ദൈവത്തിന്റെ ദാസനാണെന്നുള്ള ബോധ്യം, രണ്ടാമത്തെ വിഷയം സഭയുടെ ഗൃഹവിചാരകനാണ് എന്നുള്ള ബോധ്യം, മൂന്നാമത്തെ വിഷയം പഥ്യ ഉപദേശം പഠിക്കുകയും പഠിപ്പിക്കുകയും ചെയ്യുന്നവനായിരിക്കണം, അതിൽ നിലനിൽക്കുന്നവനുമായിരിക്കണം. സത്യ ഉപദേശം, തിരുവചന പരിജ്ഞാനം പ്രാപിച്ച വ്യക്തിയായിരിക്കണം സഭാ ശുശ്രൂഷകന്മാർ, മൂപ്പന്മാർ ഉൾപ്പെടെയുള്ള സഭാ ശുശ്രൂഷകന്മാർ. അവർ സൽപ്രവൃത്തികൾക്ക് മാതൃക ആയിരിക്കണം. സൽപ്രവൃത്തികൾക്ക് മാതൃകയായിരിക്കുന്നത് പോലെ തന്നെ സൽപ്രവൃത്തികളിൽ ജീവിക്കുവാനായിട്ട് വിശ്വാസികളെ ഉത്സാഹിപ്പിക്കുന്നവരുമായിരിക്കണം. അതാണ് നമ്മൾ തീത്തോസിന്റെ ലേഖനം 3-ാം അധ്യായം അതിന്റെ 8-ാം വാക്യത്തിൽ വായിച്ച, ദൈവത്തിൽ വിശ്വസിച്ചവർ സൽപ്രവൃത്തികളിൽ ഉത്സാഹികളായിരിക്കാൻ കരുതേണ്ടതിന് നീ ഇത് ഉറപ്പിച്ചു പറയുക. അപ്പൊ തീത്തോസ് മൂപ്പന്മാരെ നിയോഗിക്കുവാനായിട്ട് കടന്നു ചെല്ലുമ്പോൾ തീത്തോസിന് കൊടുക്കുന്ന നിയോഗം എന്ന് പറയുന്നത്, മൂപ്പന്മാർ ഉൾപ്പെടുന്ന സഭയിലെ എല്ലാ വിശ്വാസികളും വിശ്വാസ ജീവിതത്തിൽ സാക്ഷ്യം പുലർത്തുന്നവരായിരിക്കാൻ, മാതൃകാ ജീവിതം നയിക്കുന്നവരായിരിക്കാൻ, ആത്മീക ശുശ്രൂഷകളിൽ ഉത്സാഹികളായിരിക്കുവാനായിട്ട് അവരെ പ്രബോധിപ്പിക്കുക എന്നുള്ളതാണ്. ഇതിന്റെ അടിസ്ഥാനം എന്ന് പറയുന്നത് പൗലോസ് തീത്തോസിനെ ഓർപ്പിക്കുന്നത് പോലെ ദൈവത്തിന്റെ കൃപയാണ്. ഞാനാകുന്നത് ദൈവ കൃപയാലാകും. ഇന്ന് നാം ദൈവസന്നിധിയിലായിരിക്കുമ്പോൾ നമ്മൾ ആരാധനയ്ക്ക് ഓർക്കാറുണ്ട്, വല്ലപ്പോഴൊക്കെ ജീവിതത്തിൽ കർത്താവേ ഞാൻ ദൈവകൃപയിലാണ് രക്ഷിക്കപ്പെട്ടതെന്ന് ഓർക്കാറുണ്ട്. പക്ഷേ നമ്മുടെ ശുശ്രൂഷ സ്ഥാനങ്ങളോടുള്ള ബന്ധത്തിൽ ഈ ദൈവകൃപയെ നാം എങ്ങനെ കാണുന്നു?
കൃപാവരങ്ങളോടുള്ള ബന്ധത്തിൽ സഭയിൽ ഇടയന്മാരായും സുവിശേഷകന്മാരായും ഉപദേഷ്ടാക്കന്മാരായും ഡീക്കന്മാരായും ദൈവം ചിലരെ നിയോഗിച്ചു എന്ന് പറയുമ്പോൾ അത് കൃപാവരങ്ങൾ കൊടുത്താണ് നിയോഗിക്കുന്നത്. അവിടെ കൃപ വ്യാപരിക്കുന്നു. അപ്പോൾ നമ്മൾ ശുശ്രൂഷ സ്ഥാനത്തായിരിക്കുന്നത് ദൈവത്തിന്റെ കൃപയാലാണ്. നാം രക്ഷിക്കപ്പെട്ടത് ദൈവത്തിന്റെ കൃപയാലാണ്. ഈ കൃപ നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നു. രണ്ടാമത്തെ വിഷയം അതായിരുന്നു, ദൈവകൃപ നമ്മളെ ശിക്ഷിച്ചു വളർത്തുന്നു. എന്താ ശിക്ഷിക്കുക എന്ന് പറഞ്ഞാൽ, ഒരു സഭയിൽ ശുശ്രൂഷ ചെയ്യുമ്പോൾ അതെങ്ങനെയായിരിക്കണം എന്നുള്ള ട്രെയിനിങ്, പരിജ്ഞാനം, അതിനുവേണ്ടിയുള്ള പക്വത, അതിനുവേണ്ടിയുള്ള സമർപ്പണം, ഇതൊക്കെ ഈ ദൈവകൃപ നമ്മളിൽ തരണം. ഇന്ന് പല ശുശ്രൂഷകന്മാർക്കും പല മൂപ്പന്മാർക്കും ഈ കൃപയില്ലാതെ പ്രവർത്തിക്കുന്നത് കൊണ്ട് ക്രൂരന്മാരായി, കഠിനന്മാരായി അവർ മാറുകയാണ്. കാരണം എന്താ? അതിന് കാരണം ജഡമാണ് പ്രവർത്തിക്കുന്നത്, പഴയ മനുഷ്യൻ. അപ്പോൾ തീത്തോസ് പറയുകയാണ്, നിങ്ങൾ വിശ്വാസികളിൽ പരാജയം കാണുമ്പോൾ അതിനെ നിങ്ങൾ കൃപ ശാസിക്കുവാൻ, തിരുത്തുവാൻ ശ്രമിക്കുമ്പോൾ നിങ്ങളുടെ ഹൃദയത്തിൽ ഉണ്ടാകേണ്ട വിഷയം, നിങ്ങളും ഇതിനു മുമ്പ് ഇതേ സ്വഭാവമുള്ളവരായിരുന്നു. അതുകൊണ്ട് ദൈവം നിങ്ങളോട് കൃപ കാണിച്ചതുപോലെ ആ വിഷയങ്ങളിൽ അവരോട് കൃപയോടുകൂടി ഒരു തിരുത്തലിനു വേണ്ടി അവർക്ക് ഒരു നടത്തിപ്പുകാരനായി ശുശ്രൂഷ ചെയ്യണമെന്നുള്ളതാണ്. ഇത് വളരെ കൃപ ആവശ്യമുള്ള ഒരു ശുശ്രൂഷയാണ്, ഇടയ ശുശ്രൂഷ. ഇടയലേഖനങ്ങളെ ദൈവം നമുക്ക് തരുമ്പോൾ ദൈവം നമ്മളെക്കുറിച്ച് ആഗ്രഹിക്കുന്നത്, നാം ആയിരിക്കുന്ന സ്ഥലം സഭ, വലിയ സഭയായിരിക്കാം, ചെറിയ സഭയായിരിക്കാം, ചുരുക്കം പേരായിരിക്കാം, പക്ഷെ ആ സഭയെ സ്നേഹിക്കുവാൻ, കരുതുവാൻ, ദൈവകൃപയിൽ അതിനോട് ഇടപെടുവാൻ, അതിനെ വളർത്തിക്കൊണ്ടുവരുവാനായിട്ട് ഒരാത്മീക സമർപ്പണം നമുക്കുണ്ടാകണം. അടിസ്ഥാനപരമായിട്ട് ഞാൻ കർത്താവിന്റെ ദാസനാണ്, ഞാൻ മനുഷ്യന്റെ ദാസനല്ല എന്നുള്ള ബോധ്യം. ഇന്ന് പലപ്പോഴും പല ശുശ്രൂഷകന്മാരുടെയും പരാജയത്തിന് കാരണം അവർ പല മനുഷ്യരുടെയും ദാസന്മാരാ. അതുകൊണ്ട് അവർക്ക് കർത്താവിനെ പ്രസാദിപ്പിക്കാൻ പറ്റത്തില്ല, മനുഷ്യനെ പ്രസാദിപ്പിക്കണം. ചിലർ ആരുടെയും ദാസന്മാരല്ല, അവര് ദൈവത്തെക്കാൾ ഞാനാകുന്നവൻ ഞാനാകുന്നു എന്ന് കർത്താവ് പറഞ്ഞ പോലെ ഞാനാണ് സർവമയം, ഞാനാണ് എല്ലാം എന്നൊരു ചിന്ത ചിലരെ ഭരിക്കുന്നു. അവരും പ്രശ്നക്കാരാണ്. നമുക്ക് ആവശ്യം നമ്മളെ രക്ഷിക്കുവാൻ പ്രവർത്തന നിരതമായ ദൈവകൃപയിൽ, നമ്മളെ ശുശ്രൂഷ ഏൽപ്പിച്ച ദൈവകൃപയിൽ, നമ്മളെ വിശ്വാസത്തിൽ നിലനിർത്തുന്ന ദൈവകൃപയിൽ, അതിന്റെ ശിക്ഷണത്തിന് കീഴിൽ വിധേയപ്പെട്ടിരിക്കുമ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ ജീവിതം അനുഗ്രഹിക്കപ്പെടും. അപ്പോൾ എന്ത് സംഭവിക്കും? ഈ വീണ്ടും ജനന അനുഭവം, രക്ഷിക്കപ്പെട്ട നാളിൽ, കർത്താവിനെ ഹൃദയത്തിൽ സ്വീകരിച്ച നാളിൽ പരിശുദ്ധാത്മാവ് നമ്മുടെ ഹൃദയത്തിൽ ആ കഴുകപ്പെടൽ നടത്തി അനുദിന ജീവിതത്തിൽ ആ കഴുകപ്പെടൽ കൊണ്ടുള്ള നവീകരണം ഉണ്ടാകുവാൻ നമ്മൾ നമ്മളെ തന്നെ ഏൽപ്പിച്ചു കൊടുക്കണം. നമ്മുടെ വിശ്വാസ ജീവിതത്തിൽ ഈ ഒരു നവീകരണം ആവശ്യമുള്ള ഒരു കാലഘട്ടം, അതാണ് ഈ കാലഘട്ടം. സ്ഥലം സഭയും വിശ്വാസികളൊക്കെ ലോകത്തിലേക്ക് ഇറങ്ങി പോയിക്കൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടം. ലോകത്തിലുള്ള സകലതും സഭയ്ക്കുള്ളിലേക്ക്, സകല മ്ലേച്ഛതയും കയറിക്കൊണ്ടിരിക്കുക. പലർക്കുള്ളിൽ ചെറിയ പ്രയാസങ്ങളൊക്കെ ഉണ്ടെങ്കിലും അനങ്ങാൻ വയ്യ, പേടിയാ, മിണ്ടിപ്പോയി കഴിഞ്ഞാൽ പ്രശ്നമാവും. പക്ഷെ അവിടെ വേണ്ടത് കൃപയുള്ള ശുശ്രൂഷകന്മാർ സഭയ്ക്കുള്ളിൽ എഴുന്നേൽക്കണം. തർജ്ജനം ചെയ്യേണ്ടത് തർജ്ജനം ചെയ്യണം, ശാസിക്കേണ്ടത് ശാസിക്കണം, എന്നാൽ കൃപയോടുകൂടി ആയിരിക്കണം. അതാണ് ദൈവത്തിന്റെ ആത്മാവ് ഓർപ്പിക്കുന്നത്. വരുന്ന ദിവസങ്ങളിൽ ഈ വചനങ്ങളെ കൂടുതൽ ആഴമായി ചിന്തിക്കുവാനും പഠിക്കുവാനും ദൈവത്തിന്റെ ആത്മാവ് നമ്മളെ ധാരാളമായി സഹായിക്കട്ടെ. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ.